അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ജനങ്ങൾ അതിന്റെ റെക്കോർഡും വെച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി അത് സംബന്ധമായ ഒരു ക്ലാസിന്റെ ആവശ്യം ഇപ്പോഴില്ല. നമുക്ക് ഈ ആഴ്ച ഖുലാസ തീർക്കേണ്ടതുള്ളത് കൊണ്ട് കുറച്ച് സമയം ഖുലാസ ഓതാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നമ്മൾ സാക്ഷികളെ സംബന്ധിച്ച് വിവരിച്ചു വന്നു. അവസാനം അതിന്റെ അല്പഭാഗം ബാക്കി വെച്ചതാണ്. അതും പിന്നീട് കേസും വാദവും എന്ന പാഠവും കൂടി കുറച്ചു സമയം ഓതാം എന്നുദ്ദേശിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين وتقبل شهادة على شهادة. ഇതുവരെ നമ്മൾ പറഞ്ഞത് സാക്ഷിയാവുന്നതിനെ കുറിച്ചാണ്. അതിനുള്ള സാക്ഷിയുടെ ഷർത്തും പറഞ്ഞു. സാക്ഷികൾ 3 തരത്തിൽ പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് ഒരു സാക്ഷി കൊണ്ട് നിർവഹിക്കപ്പെടുന്നത് റമളാൻ മാസം കണ്ടതിനുള്ള സാക്ഷി ആണ്. ഒരാൾ കണ്ടാലും സ്വീകരിക്കപ്പെടും എന്നത്. വ്യഭിചാര കുറ്റം സ്ഥിരപ്പെടണമെങ്കിൽ 4 സാക്ഷികൾ വേണം. ഇത് രണ്ടും പുരുഷന്മാരായിരിക്കണം. റമളാൻ കണ്ടു എന്നതിന് ഒരു പുരുഷനും വ്യഭിചാരത്തിന് 4 പുരുഷന്മാരും സാക്ഷിയാകണം. പിന്നെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെയാണെങ്കിൽ 2 പുരുഷന്മാരോ 1 പുരുഷനും 2 സ്ത്രീകളുമോ ആവാം. ചിലപ്പോൾ 1 പുരുഷനും 1 സത്യവും അങ്ങനെയുമാവാം. ശിക്ഷ സംബന്ധമായത് അതുപോലെ തന്നെ സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് കാണാവുന്ന കാര്യങ്ങളോ ആണെങ്കിൽ 2 പുരുഷന്മാർ തന്നെ ആയിരിക്കണം. സ്ത്രീകൾ സാധാരണമായി കാണുന്ന കാര്യങ്ങളാണെങ്കിൽ 2 പുരുഷന്മാരോ 1 പുരുഷനും 2 സ്ത്രീയുമോ അതല്ലെങ്കിൽ 4 സ്ത്രീകളോ ആവാം. ഇതൊക്കെ നേരിട്ട് സംഭവത്തിന് സാക്ഷിയാവുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി ഈ സാക്ഷി നേരിട്ട് കണ്ട വ്യക്തിക്ക് കോടതിയിൽ പോയി ഖാദിയുടെ മുമ്പിൽ സാക്ഷി പറയാൻ പറ്റാത്ത പ്രയാസങ്ങൾ വല്ലതും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഈ നേരിൽ സാക്ഷിയായ വ്യക്തിക്ക് സാക്ഷി പറയാൻ പറ്റുന്നത് ഷഹാദത്തുള്ള ഷഹാദത്താണെന്ന് നമുക്ക് ഓതാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വതുഖ്ബലു സ്വീകരിക്കപ്പെടും ഷഹാദത്തുൻ അലാ ഷഹാദത്തിൻ. ഒരു കാര്യത്തിന് ദൃക്സാക്ഷിയായ വ്യക്തി സാക്ഷി പറയുന്നത് കേട്ടവൻ അയാൾക്ക് പ്രതിബന്ധമുണ്ടാകുമ്പോൾ മറ്റൊരാൾ അക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഖാദിയുടെ മുമ്പിൽ കോടതിയിൽ സാക്ഷി പറയാൻ പറ്റും. പക്ഷേ അതിനൊരു പരിമിതിയുണ്ട്. ഫീ ഗൈരി ഉഖൂബത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട ശിക്ഷകളിൽ ഒഴിച്ച്. അവിടെ ഉദാഹരണം വ്യഭിചാരത്തിന് എറിഞ്ഞുകൊല്ലാനോ അല്ല വ്യഭിചാരത്തിന് 100 അടി അടിക്കാനോ ഉള്ള കുറ്റത്തിന് സാക്ഷി പറയണമെങ്കിൽ അവിടെ ദൃക്സാക്ഷിയായ ആള് തന്നെ പറയണം. അയാൾക്ക് പകരം മറ്റൊരാൾ പറഞ്ഞാൽ പറ്റൂല. കാരണം അത് അല്ലാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട ശിക്ഷയാണ്. ഈ ശിക്ഷയിൽ സാക്ഷി നേരിട്ട് തന്നെ കോടതിയിൽ ഹാജരായി പറയാൻ പറ്റണം. അല്ലാതെ അയാൾക്ക് പകരം മറ്റൊരാൾ പറയാൻ പാടില്ല. അപ്പോ അല്ലാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട ശിക്ഷ അല്ലാത്ത കാര്യങ്ങളിൽ സാക്ഷിക്ക് സാക്ഷി നിൽക്കാം. ബി അർബാത്തി ശുറൂത്തിൻ, 4 ഷർത്ത് എന്താണ്? അപ്പൊ ചുരുക്കത്തിൽ 5. അതോടുകൂടി 4 ഷർത്തുണ്ട്. എന്താണ്? അൽ അവ്വലു, ഒന്നാമത്തെ ഷർത്ത് തഅസ്സുറു അദാഇൽ അസ്ലി, ആദ്യത്തെ നേരിൽ കണ്ട ദൃക്സാക്ഷിക്ക് സാക്ഷ്യം നിൽക്കാൻ നിവൃത്തിയില്ലാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ വരിക.
ഉദാഹരണം, വളരെ ദൂരെയാണ് അയാളുള്ളത്, അയാൾക്ക് വന്നു പോകാനുള്ള ആരോഗ്യസ്ഥിതി അനുകൂലമല്ല, രോഗിയാണ്, അല്ലെങ്കിൽ വൃദ്ധനാണ്, അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിനെ തൊട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്. ഉദാഹരണം, ഇയാള് ഒരു മത്സരമാണ്, അത് സ്ഥിരപ്പെടുത്താൻ നിവൃത്തിയില്ല, പ്രത്യക്ഷപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പേടിക്കുന്നു തുടങ്ങിയ നേരിട്ട് വന്ന് കോടതിയിൽ ഹാജരായി സാക്ഷി പറയാൻ സാധ്യമാകാത്ത നിലയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ യഥാർത്ഥ നേരിട്ട് കണ്ട സാക്ഷിക്ക് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് പകരം ഇത് മറ്റൊരാൾക്ക് സാക്ഷി പറയാം. അതാണ് ഇപ്പൊ ഒന്ന്, ഒരു ഷർത്തത. ഇപ്പൊ രണ്ടാമത്തെ ഷർത്താണ് ഇപ്പൊ. രണ്ടാമത്തെ വസാനി, രണ്ടാമത്തെ ഷർത്ത് ഇതിനുഹു, ഈ സാക്ഷാൽ നേരിട്ട് കണ്ട സാക്ഷി സമ്മതം പറയണം. ഈ രണ്ടാമത് സാക്ഷി നിൽക്കുന്ന ആൾക്ക്. ഒന്ന്, അസൽ സാക്ഷിക്ക് സാക്ഷി പറയാൻ വരാൻ പറ്റാത്ത എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുക. രണ്ട്, അസൽ സാക്ഷി ഈ രണ്ടാമത് സാക്ഷി നിൽക്കാൻ തയ്യാറായ വ്യക്തിക്ക് തനിക്ക് വേണ്ടി സാക്ഷി പറയാൻ സമ്മതം കൊടുക്കുകയോ ഔമായക്കവും വക്കാമഹു, നേരിട്ട് സമ്മതം കൊടുക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന മറ്റു വല്ല കാര്യങ്ങളും ഉണ്ടാവുകയോ ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഇസ്തിറാഹ് എന്നാണ് പറയാം. അതായത് ഇന്ന കാര്യത്തിന് ഞാൻ സാക്ഷിയാണ് എന്ന കാര്യം നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തുന്നു എന്ന് ഈ നേരിൽ കണ്ട ദൃക്സാക്ഷിയായ വ്യക്തി അയാൾക്ക് വേണ്ടി കോടതിയിൽ സാക്ഷി പറയാൻ പോകാൻ തയ്യാറായ വ്യക്തിയോട് പറയണം, ഇന്ന കാര്യത്തിന് ഞാൻ സാക്ഷിയാണ്, ഇന്ന കാര്യം എനിക്ക് അറിയാന്ന് പറഞ്ഞാൽ പോരാ, ഇന്ന കാര്യത്തിന് ഞാൻ സാക്ഷിയാണ് എന്ന കാര്യം ഞാൻ നിന്നെ അറിയിക്കുന്നു. അപ്പൊ ഈ ഷഹാദത്ത് തന്നെ വാക്കുപയോഗിക്കണം അയാള്. ഞാൻ സാക്ഷിയാണ് എന്ന് നിന്നെ ഞാൻ സാക്ഷി നിർത്തുന്നു എന്ന് പറയുക. അതല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാള് ഈ അസൽ സാക്ഷി കോടതിയിൽ പറയുന്നത് നേരിട്ട് കേട്ടു, അവിടുത്തെ ഒരു കോടതിയിൽ പറയുന്നു. ഉദാഹരണം, റമളാൻ മാസം ഞാൻ കണ്ടു എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അശ്ഹദു അന്നീ റഅയ്തുൽ ഹിലാൽ. ഉദാഹരണം പറയാം. ഒരു ഖാദിയുടെ അടുക്കൽ ഈ മാസം കണ്ട സാക്ഷി എന്ത് പറയുന്നു? ഞാൻ നിലാവ് കണ്ടു എന്ന കാര്യം ഞാൻ ഷാഹിദാണ്. ഈ പറയുന്നത് നേരിൽ വ്യക്തമായി കേട്ട ഒരാള് ഞാൻ ഇന്ന കാര്യത്തിന് സാക്ഷിയാണ് എന്നതിന് നിന്നെ സാക്ഷി നിർത്തുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് തന്നെയാണ്. ആ അടിസ്ഥാനത്തിൽ അയാൾക്ക് കോടതിയിൽ പോയി ഈ ഇദ്ദേഹത്തിന് പകരം സാക്ഷി പറയാം. അതല്ലെങ്കിൽ ഈ അസല് സാക്ഷിയായ വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയാണ്, ഞാൻ ഇന്ന കാര്യത്തിന് അത് ഇന്നതുപോലെയാണ് എന്നതിന് ഞാൻ സാക്ഷിയാവുന്നു എന്ന കാര്യം നിന്നോട് ഞാൻ സാക്ഷി നിർത്തുന്നു എന്ന് മറ്റൊരാളോട് പറയുന്നത് കേട്ടു. അപ്പൊ തന്നോടല്ലെങ്കിലും തന്നെ പോലെയുള്ള മറ്റൊരാളോട് താൻ കണ്ട കാര്യത്തിന് സാക്ഷ്യപ്പെടുത്തുന്നതായി കേട്ടാലും മതി. ഇതാണ് മയക്കം വക്കാമഹു എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ ഖാദിയുടെ മുന്നിൽ സാക്ഷി പറയുന്നതായി കേട്ടു, അതല്ലെങ്കിൽ തന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും തന്നെ പോലെയുള്ള മറ്റൊരാളോട് പറയുന്നതായി വ്യക്തമായി കേട്ടു. ഇങ്ങനെ മൂന്നാലൊന്നുണ്ടായാൽ ഇയാൾക്ക് ആ അടിസ്ഥാനത്തിൽ സാക്ഷി പറയാം. അപ്പൊ രണ്ട് ഷർത്തായി. മൂന്നാമത്തെ സാലിസു, മൂന്നാമത്തെ ഷർത്ത് തബീനുൽ ഫർഇ, ഈ രണ്ടാമത്തെ സാക്ഷിയാവുന്ന വ്യക്തി വെളിവാക്കണം ത്വരീഖത്ത് തഹമ്മുലി, ഒന്നാമത്തെ സാക്ഷിയിൽ നിന്നും താൻ എങ്ങനെയാണ് കേട്ടത് എന്ന്. അതായത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന കാര്യത്തിന് സാക്ഷിയാണ് എന്നതിന് നിന്നെ ഞാൻ സാക്ഷിയാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അതല്ലെങ്കിൽ ആ അസല് സാക്ഷി ഇന്നാലിന്ന ഖാദിയുടെ മുന്നിൽ വെച്ച് ഇന്ന വിഷയത്തിന് ഇന്നതുപോലെ സാക്ഷി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ അസല് സാക്ഷി
ഇന്നാലിന്ന ആളോട് താൻ ഇന്ന കാര്യത്തിന് സാക്ഷിയാണ് എന്ന കാര്യത്തിന് സാക്ഷി നിർത്തുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ താൻ എങ്ങനെയാണ് ഈ സാക്ഷി പറയാൻ മറ്റേ ആളിൽ നിന്ന് അസൽ സാക്ഷിയിൽ നിന്നിട്ടും ഈ കാര്യം ഏറ്റെടുത്തത് എന്ന കാര്യവും കോടതിയിൽ വ്യക്തമാക്കണം. അതായത് കോടതി അംഗീകരിക്കുന്ന ഈ പറയുന്ന നിലക്ക് സ്വീകാര്യമായ രീതിയിൽ തന്നെ കേട്ടിട്ടുണ്ടോ അതല്ല അസ്വീകാര്യമായ രീതിയിലാണോ എന്ന് രണ്ടാമത്തെ കാളിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് താൻ ഈ സാക്ഷ്യം വഹിക്കാൻ ഏറ്റെടുത്ത മാർഗം എങ്ങനെയെന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ അങ്ങനെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ ഔസിഖത്തുൽ ഹാകിമി ബിഇൽമിഹി, ഈ രണ്ടാമത് സാക്ഷി പറയുന്ന ആൾക്ക് ഈ വിഷയം അയാൾ തഹമ്മുൽ ചെയ്തത്, അതായത് ഒന്നാമത്തെ സാക്ഷിയിൽ നിന്നും സാക്ഷി പറയാനുള്ള അവകാശം ഏറ്റെടുത്തത് എങ്ങനെയാണ് എന്ന് ഈ രണ്ടാമത് സാക്ഷി നിൽക്കപ്പെടുന്ന കാളിക്കറിഞ്ഞാലും മതി. ഒരുപക്ഷെ ഈ രണ്ടാമത്തെ സാക്ഷി താൻ ഏത് തിരക്കാണ് ഒന്നാമത്തെ സാക്ഷിയിൽ നിന്നിട്ടും ഈ കാര്യം ഏറ്റെടുത്തത് എന്ന് വ്യക്തമായി പറയുകയോ അല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാണ് അത് ഏറ്റെടുത്തത് എന്ന് ഈ രണ്ടാമത്തെ കാളിക്ക് വ്യക്തമായി അറിയുകയോ ചെയ്താലും മതി. വറാബിയോ, നാലാമത്തെ ഷർത്ത് ദിക്റുൽ ഫറഇ, ഈ രണ്ടാമത്തെ സാക്ഷി ഒന്നാമത് നേരിൽ കണ്ട സാക്ഷി ഇസ്മുൽ അസ്ലി, ആദ്യത്തെ അസ്ല് സാക്ഷിയുടെ ആളെ പേര് പറയണം. ഒരു വിശ്വസ്തനായ ഒരാൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ പോരാ, ആളെ പേര് പറയണം. എന്തിനാ ആളെ പേര് പറയുന്നത്? കാരണം മറ്റൊരു കാളിന്റെ മുന്നിലാണ് ഈ പറയുന്നത്. കാളിമാരടുക്കൽ ഇത്തരം സാക്ഷികളെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ വിശദമായ വിവരങ്ങൾ ഉണ്ടാവും, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. അപ്പൊ ആ പേര് പറയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള റെക്കോർഡ് ഈ കാളിക്ക് പരിശോധിക്കാനും അയാൾ സ്വീകാര്യനാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനും സാധിക്കും. അതിനുവേണ്ടി ആളെ പേര് പറയണം. എന്ത് പറഞ്ഞാൽ പോരാ, വിശ്വസ്തനായ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ഇയാൾക്ക് വിശ്വസ്തനാണെന്ന് തോന്നിയോണ്ട് കാര്യമില്ല, ഈ കാളിക്കറിയാം അയാൾ വിശ്വസ്തനാണോ അല്ലേന്ന്. അതുകൊണ്ട് ആളെ പേര് പറയണം. എന്തിനാ ആളെ പേര് പറയുന്നത്? ഹത്തായത്ത മയ്യസ, ഈ കാളിന്റെ മുന്നിൽ ഈ അസ്ല് സാക്ഷി ആരാണെന്ന് വ്യക്തമാകാൻ വേണ്ടി, തമീസാകാൻ വേണ്ടി, വേർതിരിച്ചറിയാം. അങ്ങനെ ഈ കാളിന്റെ അടുക്കൽ പേര് പറഞ്ഞ് അയാൾക്കത് ആളെ വ്യക്തമായാൽ ഫതുറഫ അദാലത്തുഹു എന്ന ആ ഒരു വാക്ക് ഈ അച്ചടിപ്പശകാണത്. ഫതുറഫ ഇൻദല്ലാഹി എന്ന് തന്നെയാണ് അവിടെ സഖാഫി ഉസ്താദ് പ്രിന്റ് ചെയ്തത്. കാരണം സഖാഫി ഉസ്താദിനെ പറഞ്ഞിട്ട് കാര്യമില്ല, PDF അങ്ങനെ ആയിരിക്കാമുള്ളൂ. കിന്നതി തെറ്റി അച്ചടി പിശാജ് എന്ന് പറഞ്ഞിട്ടൊരു പിശാജ് ഉണ്ടല്ലോ, ആ പിശാജ് കേറിയതാ. കാരണം ഫതുഹുൽ മുഈനിന്റെ ഹാഷികളും ഫതുഹുൽ മുഈനും അതുപോലെ തന്നെ ഖുറത്തുൽ ഐനിന് ജാവിയുടെ ശറഹിലും എല്ലാം നോക്കേണ്ടി വന്നു. ആ ഒരൊറ്റ വാക്ക്, ഒരു തെറ്റ് വന്നാൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ പണിയത്തിലുണ്ടെന്നറിയോ. അപ്പോ ഫതുറഫ ഇൻദല്ലാഹ് എന്നത് മാറ്റിയിട്ട് സഖാഫി ഉസ്താദെ ഫതുറഫ അദാലത്തുഹു എന്നാക്കി മാറ്റണം. എളുപ്പമുണ്ട് മാറാനേ, മനസ്സിലായില്ലേ? ഐനിന്റെ ശേഷമുള്ള നൂനിന്റെ പുള്ളി ഒഴിവാക്കിയാൽ അദാലത്തുഹു ആയി. ശ്രദ്ധല്ലത് താണെന്ന് വെച്ചാൽ കഴിഞ്ഞാലോ, കേസ് കഴിഞ്ഞ്. ഫതുറഫ അദാലത്തുഹു ആർക്കറിയപ്പെടാം? ഈ രണ്ടാമത്തെ ഖാദി ഹാക്കിം അദാലത്തു എന്തല്ല സായിദല്ല, അച്ചടി പിശകാണ്. എന്തെന്നോ വേണ്ട, എന്റെ ആവശ്യമില്ല. ആരറിയാം? അപ്പൊ താരിഫാണ്. ഈ ഖാദി അറിയും, ആളെ പേര് പറഞ്ഞാലേ എന്തറിയും? അദാലത്തുഹു, ഈ അസ്ല് സാക്ഷി ആദിലാണോ അല്ലേ എന്ന് തിരിയും. അത് തിരിയാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയേണ്ടത്? സാക്ഷിന്റെ പേര് പറയണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു സംഗതിക്ക് ദൃക്സാക്ഷിയായി, അയാള് കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണല്ലോ. അത്
ഈ ഏൽപ്പിച്ച വ്യക്തി കോടതിയിൽ വന്ന് ഖാദിയുടെ മുന്നിൽ സാക്ഷി പറയുന്ന സാഹചര്യത്തിൽ ആ വിശ്വസ്തനായ സ്വീകാര്യനായ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാൾ എന്നെ സാക്ഷിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. ആരാണ് ഈ വിശ്വസ്തനായ ആള് എന്ന് വ്യക്തമാക്കി പറയണം. എന്തിനാ വ്യക്തമാക്കി പറയുന്നത്? ഇത് പറയുന്നത് ഖാദിന്റെ അടുക്കലാ. ഈ ഖാദിന്റെ അടുക്കൽ പ്രത്യേകിച്ച് അങ്ങനെയുണ്ട് റിക്കാർഡുകൾ. ഒരു മഹല്ലത്തിലുള്ള സ്വീകാര്യരായ ആളുകൾ ആരാണ്, അല്ലാത്തവരാരാണ് എന്നിങ്ങനെയുള്ള വ്യക്തിപരമായ ഫയലുകൾ ഖാദിയുടെ അടുക്കൽ ഉണ്ടാവുന്ന. അപ്പോ ഇന്നടുത്ത് ഇന്ന ആള് ഇന്ന കാര്യത്തിന് സാക്ഷിയാണ് എന്ന് എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ പറയുമ്പം ഈ ആളെ പേര് പറഞ്ഞപ്പോ കോടതിക്ക് അയാളെ ഫയൽ പരിശോധിക്കാൻ കഴിയും. ഫയൽ പരിശോധിച്ച് നോക്കുമ്പോ കോടതിയുടെ ഫയൽ അനുസരിച്ച് ഈ സാക്ഷി സ്വീകാര്യനാണോ അല്ലേ എന്നറിയാം. അതറിയണമെങ്കിൽ ആളെ പേര് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ എന്തെന്നല്ല പഴിച്ചതാണ്, അച്ചടിപ്പശമാണ്. അദാലത്തുഹു എന്ന ഈ അസല് സാക്ഷിയുടെ അദാലത്ത് അറിയപ്പെടും. ആ അറിയപ്പെടേണ്ടതിന് വേണ്ടി എന്തു വേണം? അസുലിന്റെ പേര് പറയുകയും കൂടി വേണം. അപ്പൊ 4 ഷർത്ത് പറഞ്ഞത് എന്താണ്? ഒന്നാമത്തേത്, അസല് സാക്ഷിക്ക് കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ പ്രയാസം നേരിടുക. രണ്ടാമത്, രണ്ടാമത്തെ സാക്ഷിയോട് കോടതിയിൽ പോയി തനിക്ക് വേണ്ടി സാക്ഷി പറയാനുള്ള സമ്മതം കൊടുക്കുകയോ ആ സമ്മതം കൊടുത്ത സ്ഥാനത്ത് ഖാദിയുടെ മുന്നിൽ സാക്ഷി നിൽക്കുന്നത് കേൾക്കുകയോ മറ്റൊരാളോട് ഇങ്ങനെ സമ്മതം കൊടുക്കുന്നത് കേൾക്കുകയോ ചെയ്യുക. മൂന്നാമത്തേത്, ഏത് രീതിയിൽ മേൽപ്പറഞ്ഞ 3 രീതി, അതായത് തന്നെ സാക്ഷി നിർത്തിയതാണോ, അതല്ല ഖാദിയുടെ മുന്നിൽ സാക്ഷി നിൽക്കുന്നതായി കേട്ടതാണോ, അതല്ല മറ്റൊരാളോട് സാക്ഷി നിർത്തുന്നതായിട്ട് കേട്ടതാണോ എന്ന് വ്യക്തമാക്കി പറയുക. അതല്ലെങ്കിൽ ഈ 3 ഏത് രീതിയിലാണ് ഇയാൾ സ്വീകരിച്ചത് എന്ന കാര്യം ഖാദി അറിയാം എന്നാലൊന്നാണ്. നാലാമത്തേത്, ഈ രണ്ടാമത്തെ സാക്ഷി താൻ സാക്ഷ്യം ഏറ്റെടുത്ത ഒന്നാം സാക്ഷിയുടെ പേര് പറയണം. അങ്ങനെ ആ പേര് പറഞ്ഞെങ്കിലേ എന്തറിയാൻ കഴിയുള്ളൂ, ഇയാള് അതിലാണോ അല്ലേ എന്ന് ഖാദിക്കറിയാൻ കഴിയുള്ളൂ. അപ്പൊ അസല് സാക്ഷി അതിലാണെങ്കിലേ വിധിക്കാൻ പറ്റുള്ളൂ. അയാളെ പേര് പറഞ്ഞെങ്കിലല്ലേ അയാൾ അതിലാണോ അല്ലേ എന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ എന്തല്ല എന്നല്ലുള്ളത് തുറഫ അദാലത്തുഹു എന്നാണ്. ഓക്കെ. പിന്നെ അൽ ഖുസൂമത്തു വദ്ദഅവ. ഇനി കേസും കൂട്ടും എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളും ആ പ്രശ്നപരിഹാരാർത്ഥം കോടതിയിൽ ബോധിപ്പിക്കുന്ന അന്യായങ്ങളും. അതൊന്നും കൂടുതൽ വിശദീകരിച്ചിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുക വേണ്ട. മദാറുൽ ഖുസൂമത്തി, ഒരു കേസ് വാദിക്കുന്നതിന്റെ അടിസ്ഥാനം അലാ ഹംസത്തി ഉമൂരിൻ, 5 കാര്യങ്ങളിലാണ്. ഏതാണ് അത് 5 കാര്യം? അദ്ദഅവ, 1 അന്യായം തന്നെ. 2 വൽ ബയ്യിനത്തു, അതിനുള്ള തെളിവ്. 3-മത്തത് അൽ ജവാബു, അന്യായം ബോധിപ്പിക്കുമ്പം അതിന് ഈ പ്രതിഭാഗത്തു നിന്നുള്ള മറുപടി. വൽ യമീനു, സത്യം. വൻ നുഖൂലു, സത്യം ചെയ്യേണ്ട സാഹചര്യത്തിൽ സത്യത്തിൽ നിന്ന് വിസമ്മതിക്കുക. അങ്ങനെ 5. അതിന്റെ 5നെ പറ്റി വിശദീകരണം വരും. അപ്പൊ 1 ദഅവ, 2-മത്തത് അതിന്റെ തെളിവ്, 3-മത്തത് ദഅവക്കുള്ള മറുപടി, 4-മത്തത് സത്യം, 5-മത്തത് നുഖൂല്. ഇങ്ങനെ 5 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ് ഒരു കേസ്. അപ്പൊ എന്താ ദഅവ? വദ്ദഅവ. ദഅവ എന്നാൽ ഇഖ്ബാറുൻ അൻ വുജൂബി ഹഖ്ഖിൻ, ഒരു ഹക്ക് നിർബന്ധമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം പറയലാണ്. ആർക്കുള്ള ഹക്ക്? ലിൽ മുഖ്ബിരി, ഈ അന്യായം ബോധിപ്പിച്ച വ്യക്തിക്ക് കിട്ടാനുള്ള ഒരു ഹക്കിനെ സംബന്ധിച്ച് വിവരം പറയാം. ആരിൽ നിന്നിട്ടുള്ള ആരാഹി? മറ്റൊരാളിൽ. തനിക്ക് മറ്റൊരാളിൽ നിന്നും കിട്ടാനുള്ളതായ ഒരു ഹക്ക്, നിർബന്ധമായ ഹക്കിനെ സംബന്ധിച്ച് വിവരം പറയുക
എവിടെ പറയുക? ഇന്ദ ഹാക്കിമിൻ, ഒരു ഹാക്കിമ്, ഒരു കോടതിയുടെ മുന്നിലുള്ള ഖാദിയുടെ സാന്നിധ്യത്തിൽ. അപ്പൊ ഒരു ഹാക്കിമിന്റെ അടുക്കൽ മറ്റൊരാളിൽ നിന്നും തനിക്ക് ലഭിക്കാനുള്ള ഒരു സ്ഥിരപ്പെട്ട ഹക്കിനെ സംബന്ധിച്ചുള്ള വിവരം ബോധിപ്പിക്കുന്നതിനാണ് ദഅവാ എന്ന് പറയാം. അതിനാണ് നമ്മളെ നാടൻ ഭാഷയിൽ അന്യായം ബോധിപ്പിക്കുക എന്ന് പറയുന്നത്. അന്യായം ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ന്യായമില്ലാത്ത പറയാനല്ല, സങ്കടം ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന ആളിൽ നിന്നിട്ടും എനിക്ക് ഇന്നൊരു ഹക്ക് കിട്ടേണ്ടതുണ്ട് എന്ന വിവരം പറയുന്നതിനാണ് ദഅവാ എന്ന് പറയാം, അന്യായം ബോധിപ്പിക്കുക. വൽ ബയ്യിനത്തു, ഇനി തെളിവ് എന്ന് പറഞ്ഞാലോ അത് ഈ അന്യായക്കാരൻ തന്നെയാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഹിയ, അന്യായം എന്ന് പറയുന്ന അല്ല, ബയ്യിനത്തു തെളിവ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിരിക്കൽ അശ്ഹൂദു, സാക്ഷികളാണ്. സാക്ഷികൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സാക്ഷികൾ, ഒരു സാക്ഷി മുതൽ 4 സാക്ഷി വരെ പറഞ്ഞ വിവിധ രീതികളിൽ പറഞ്ഞ സാക്ഷി. വൽ യമീനു, സാക്ഷി ഇല്ലാത്ത സാഹചര്യത്തിൽ സത്യം ചെയ്യേണ്ടി വരും. എന്താണ് ഈ യമീൻ എന്ന് പറഞ്ഞാൽ? അതിന് അൽ ഹൽഫു, സത്യം ചെയ്യാം ആണോ? ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ സാക്ഷി, യമീൻ എന്ന് പറഞ്ഞാൽ ഹൽഫ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യല്. നുക്കൂല് എന്ന് പറഞ്ഞാലോ അൽ ഇംതിനാഉ അനിൽ ഹൽഫി, സത്യം ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടിട്ട് ഈ വ്യക്തി സത്യം ചെയ്യാൻ വിസമ്മതിക്കുക, അതിനാണ് നുക്കൂല് എന്ന് പറയാം. അങ്ങനെ ചെയ്താൽ മറുകക്ഷിയോട് സത്യം ചെയ്യാൻ കോടതി കൽപ്പിക്കും, അത് വേറെ വിഷയം. ഇപ്പോ കേസിൽ ദഅവയും ബയ്യിനത്തും വേണമെന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയിരിക്കുന്നു, ലൗ യുഅത്തന്നാസു ബിദഅവാഹും, ലൗ യുഅത്തന്നാസു, ജനങ്ങൾക്കെങ്ങാനും നൽകപ്പെടുകയാണെങ്കിൽ, ബിദഅവാഹും, അവരുടെ വാദപ്രകാരം. ഒരാൾ വന്നിട്ട് എന്ത് വാദിച്ചാലും അതിനൊക്കെ കോടതി വിധിക്കാൻ നടന്നാൽ, ലദ്ദാനാസുൻ, ചില ആൾക്കാർ വാദിക്കാൻ വരെ തയ്യാറാവും, ദിമാ റിജാലിൻ, ചില ആളുകളുടെ രക്തത്തെ പറ്റിയും, അമ്പാലവും, അവരുടെ ധനത്തെക്കുറിച്ചും. എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് കോടതിയിൽ ചെന്നിട്ട് പറയാൻ, ഇന്നാളിന്റെ മകനെ കൊന്നു, അല്ലെങ്കിൽ ഇന്നാളിന്റെ ബാപ്പാനെ കൊന്നു എന്ന് ചെന്ന് പറയാൻ, എന്നാ പകരം കൊന്നാളി എന്ന് പറയാൻ തുടങ്ങിയാൽ പല കള്ളക്കേസും ഉണ്ടാക്കിയിട്ട് പലരെയും കൊല്ലാൻ ആൾ ശ്രമിക്കും. അതുപോലെ ഇന്ന ഭൂമി ഇന്നതാണ്, ഇന്നാണ് എനിക്ക് ഇത്ര പൈസ തരാനുണ്ട് എന്നൊക്കെ പറഞ്ഞതിനനുസരിച്ച് കോടതി കണ്ട് വിധിച്ചു കൊടുക്കുകയാണെങ്കിൽ, എന്നാൽ ഇവിടെ അന്യായക്കാർ തീർത്താ തീരൂല. കാരണം അത് വെറുതെ കിട്ടിയല്ലേ. അതുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ ഒരു ആരോപണം, ഒരു കേസ് വാദിക്കുന്നതിനനുസരിച്ച് വിധിക്കാൻ പാടില്ല. പിന്നെ വലാകിന്നൽ ബയ്യിനത അലൽ മുദ്ദഈ, കേസ് വാദിക്കുന്ന അന്യായക്കാരൻ സാക്ഷി കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അവനുണ്ട്. അവന്റെ അടുക്കൽ സാക്ഷി ഇല്ലെങ്കിലോ വൽ യമീനു അലാ മൻ അൻകറ, തന്റെ മേൽ ആരോപിക്കപ്പെട്ട കേസ് നിഷേധിച്ചാൽ ആ നിഷേധിക്കുന്ന വ്യക്തി സത്യം ചെയ്താൽ മതി. അപ്പൊ രണ്ടും രണ്ട് കക്ഷിയാ. അന്യായം ബോധിപ്പിച്ച വ്യക്തിയാണ് സാക്ഷി പറയേണ്ടത്. അയാൾ സാക്ഷി കൊണ്ടുവന്നിട്ട് താൻ പറയുന്നത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിലേ കോടതി വിധിക്കാൻ പറ്റുള്ളൂ. സാക്ഷി ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ തന്റെ മേൽ ആരോപിക്കപ്പെട്ട ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പ്രതിയോട് കോടതി ആവശ്യപ്പെടും. അതനുസരിച്ച് കോടതിയിൽ തന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം നിഷേധിച്ചുകൊണ്ട് സത്യം ചെയ്താൽ കേസ് വെറുതെ വിടും. ഇങ്ങനെയാണ് നിയമം. അപ്പോ അന്യായക്കാരൻ സാക്ഷി കൊണ്ടുവരണം. അന്യായക്കാരന്റെ പക്ഷത്ത് സാക്ഷിയില്ലെങ്കിൽ നിഷേധിച്ചുകൊണ്ട് പ്രതി സത്യം ചെയ്താൽ കേസ് വെറുതെ വിടും. റവാഹുൽ ബൈഹഖി. ഇങ്ങനെയാണ്. അപ്പൊ തെളിവും സത്യവും ഒക്കെ കേസിൽ പരിഗണിക്കേണ്ടതാണ്. അല്ലാതെ ആള് വന്ന് പറഞ്ഞതിനൊക്കെ വിധി കൊടുക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോ ഫൈദാ അൻകറൽ മുദ്ദഅ അലൈഹി, മുദ്ദഅ അലൈഹി എന്ന പ്രതി, കേസിൽ പ്രതിയാക്കപ്പെട്ട വ്യക്തി തന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം നിഷേധിച്ചു. അയാൾ സമ്മതിച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, സാക്ഷിന്റെ ഒന്നും ആവശ്യമില്ല. ഒരാള് പറയാണ് ഇന്നടുത്ത് ഇന്ന ആള് എനിക്ക് ഇത്ര ഉറുപ്യ തരാനുണ്ട്, അല്ലെങ്കിൽ അവൻ എന്നെ ഇങ്ങനെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കോടതി ഇവനെ ഹാജരാക്കി കോടതിയിൽ. എന്നിട്ട് അവനോട് പറയും, നിന്നെപ്പറ്റി ഇന്നാലിന്ന ആള് ഇന്നൊരു വാദം
ഉന്നയിക്കുന്നുണ്ട്, ഇനിയൊരു ആരോപണം നിന്റെ മേലുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ വ്യക്തി പറഞ്ഞത് ശരിയാണ്, എന്നാ പിന്നെ വേറെ തെളിവിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇയാളെ പേരിൽ കേസ് ഉന്നയിക്കപ്പെടുകയും അത് ഇയാളെ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അത് ശരിവെക്കുകയും ചെയ്താൽ കേസ് അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെടും. അല്ല, അയാൾ നിഷേധിക്കുകയാണ്, എന്റെ മേൽ കള്ള ആരോപണമാണ്, ഞാൻ അയാൾക്കൊന്നും കൊടുക്കാനില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു അക്രമം ചെയ്തിട്ടില്ല എന്ന് അയാൾ നിഷേധിച്ചാൽ അപ്പൊ പിന്നെന്ത് വേണം? ഇല്ല, അവൻ കള്ളമാണ് പറയുന്നത്, അവൻ ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ എനിക്ക് ഇന്നത് തരാനുണ്ട് എന്നതിന് സാക്ഷി പറയണം. വലംതക്കുല്ലിൽ മുദ്ദാഹി, അന്യായക്കാരനില്ലാതെയും വന്നാൽ ബയ്യനത്തും സാക്ഷിയില്ലെങ്കിൽ, അപ്പോ രണ്ട് രീതിയാണ് കേസ് സ്ഥിരപ്പെടാൻ. ഒന്ന്, പ്രതിഭാഗം കുറ്റം സമ്മതിക്കുക. പ്രതിഭാഗം കുറ്റം സമ്മതിച്ചാൽ പിന്നെ അന്യായക്കാരൻ പിന്നെ സാക്ഷി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പ്രതിഭാഗം കുറ്റം സമ്മതിക്കാൻ തയ്യാറല്ല, നിഷേധിക്കുകയാണ്, എന്നാൽ പിന്നെ അന്യായക്കാരൻ സാക്ഷി കൊണ്ട് സ്ഥിരപ്പെടുത്തണം. സാക്ഷിയില്ലെങ്കിലോ അന്യായക്കാരന് സാക്ഷിയില്ല, പ്രതിഭാഗം കുറ്റം നിഷേധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഖുബില ഖൗലുഹു, ഈ പ്രതിഭാഗത്തിന്റെ നിഷേധിച്ചുകൊണ്ടുള്ള വാക്ക് സ്വീകരിക്കപ്പെടും ബിയമീനിഹി, പക്ഷെ അവൻ സത്യം ചെയ്യണം. അവനോട് കോടതി എന്തു പറയും? എങ്കിൽ നീ അങ്ങനെ അവനൊന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവനെ നീ അങ്ങനെ ആക്രമണം ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സത്യം പറയേ എന്ന്. അങ്ങനെ അവൻ അള്ളാഹുവിനെ മുൻനിർത്തി സത്യം പറഞ്ഞാൽ കേസ് വെറുതെ വിടും. ഫൈനക്കലാവും സത്യം ചെയ്യാൻ വിസമ്മതിച്ചു. അതായത് അന്യായക്കാരൻ പറഞ്ഞു, ഓ എനിക്കൊരു 10,000 റുപ്യ തരാണ്ട്. കോടതി ചോദിച്ചു, നീ അവന് 10,000 കൊടുക്കാറുണ്ടോ ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കണം, ഇല്ല എന്ന് പറഞ്ഞാലോ അപ്പൊ അന്യായക്കാരനോട് പറയും നിന്റെ സാക്ഷി എവിടെ? അപ്പൊ 2 സാക്ഷികളെ ഹാജരാക്കണം, എന്നാ 10,000 കൊടുക്കണം എന്ന് കോടതി വിധിക്കും. അതിന് ഇവന്റെ അടുക്കൽ സാക്ഷിയില്ല. സാക്ഷിയില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ കോടതി ഈ പ്രതിയോട് പറയും, നീ അവന് 10,000 കൊടുക്കാനില്ല എന്നതിന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യണം എന്നറിയും. അപ്പൊ അവൻ പറഞ്ഞു, അള്ളാഹാണ് സത്യം, ഞാൻ അവന് ഒന്നും കൊടുക്കാനില്ല, അവൻ തരാനുണ്ട് എന്ന് പറയുന്ന എന്റെ പേരിൽ കളവ് ആരോപിക്കുകയാണ്, അള്ളാഹു സത്യം എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്താൽ കേസ് വെറുതെ വിടും. പക്ഷെ ഇവനോട് സത്യം ചെയ്യാൻ പറഞ്ഞപ്പോ സത്യം ചെയ്തില്ല, മറ്റേയാൾക്ക് സാക്ഷിയില്ല, എന്നാൽ അവൻ കേസ് സമ്മതിക്കുന്നുണ്ടോ? സമ്മതിക്കുന്നുമില്ല. സത്യം ചെയ്യാൻ പറഞ്ഞപ്പോ സത്യം ചെയ്തോ? അതുമില്ല. അതാണ് ഉക്കൂല്. ഫൈനക്കല, ഈ പ്രതി സത്യം ചെയ്യുന്നതിനെ വിസമ്മതിച്ചു, അവൻ സത്യം ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ ഉദ്ദത്തുൽ യമീനു, ഈ സത്യം ചെയ്യാനുള്ള അധികാരത്തെ മടക്കപ്പെടും അലൽ മുദ്ദഈ, അന്യായക്കാരന്. അതാണ് ഉക്കൂല്. അപ്പോ അന്യായക്കാരൻ കേസ് ഫയൽ ചെയ്തു, പ്രതിയെ ഹാജരാക്കി വിസ്താരിച്ചു കൊണ്ടിരിക്കുമ്പം കുറ്റം നിഷേധിച്ചു. അന്യായക്കാരനോട് സാക്ഷി ആവശ്യപ്പെട്ടപ്പോൾ സാക്ഷിയില്ല എന്ന് പറഞ്ഞു. പ്രതിഭാഗക്കാരനോട് നിഷേധിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു, അപ്പോ സത്യം ചെയ്യാൻ തയ്യാറായില്ല. അപ്പോ ഈ സത്യത്തിന്റെ അധികാരം അന്യായക്കാരന് കൊടുക്കും. ഫൈൻ അലഫ, അങ്ങനെ അന്യായക്കാരൻ സത്യം ചെയ്യുന്നു, എനിക്ക് അവൻ 10,000 തരാനുണ്ട് എന്ന് അള്ളാഹു സത്യം എന്ന്. എന്നാൽ ഇസ്താക്ക, അവന് കിട്ടാനുള്ള അവകാശം സ്ഥിരപ്പെടും. വൈനിംതന, അവനും സത്യം ചെയ്യാൻ തയ്യാറല്ല, എന്നാലോ എന്നാ പിന്നെ ആർക്കും ഒന്നുമില്ല, കേസ് വെറുതെ തള്ളപ്പെട്ടു പോകും. കാരണം എന്താ? വെറുതെ ആളുകൾ പറയുന്നതിനനുസരിച്ചൊന്നും തെളിവില്ലാതെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ കേസ് തള്ളിപ്പോവും. അപ്പൊ എന്റെ 10,000 പോകില്ലേ നിങ്ങൾ നോക്കിയിട്ട് തരില്ല. കോടതി ഇടപെട്ട് ഒരു പ്രശ്നം തീരുമാനിക്കണമെങ്കിൽ നിയമപരമായ തെളിവിന്റെ പിൻബലം വേണം. ശരീഅത്തിന്റെ നിയമം വളരെ ലളിതവും വ്യക്തവുമാണ്. അന്യായക്കാരൻ ഒരു കേസ് ഫയൽ ചെയ്ത് ഒരു ആരോപണം ഉന്നയിച്ചാൽ പ്രതിഭാഗം അത് ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നുണ്ടോ എന്നാ അങ്ങനെ തന്നെ കേസ് വിധിക്കും. അന്യായക്കാരൻ പറയുന്ന കാര്യം പ്രതിഭാഗം നിഷേധിച്ചാൽ അന്യായക്കാരനോട് തന്റെ വാദത്തിന് സാക്ഷി കൊണ്ടുവരാൻ ആവശ്യപ്പെടും. സാക്ഷി ഉണ്ടെങ്കിൽ അതനുസരിച്ച് കോടതി വിധിക്കും. സാക്ഷി ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് പ്രതിയോട് തന്റെ മേലുള്ള ആരോപണം നിഷേധിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പറയാം. അങ്ങനെ നിഷേധിച്ച് സത്യം ചെയ്താൽ കോടതി വെറുതെ വിടും. നിഷേധിച്ച് സത്യം ചെയ്യാൻ അവൻ തയ്യാറല്ലെങ്കിൽ ഈ സത്യം ചെയ്യാനുള്ള അവകാശം അന്യായക്കാരന് കൊടുക്കും. അന്യായക്കാരനോട് താൻ പറയുന്ന കാര്യം സത്യമാണെന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യം ചെയ്യാൻ പറയും. ഓൻ സത്യം ചെയ്താൽ അതനുസരിച്ച് കേസ് വിധിക്കും.
ഓനും സത്യം ചെയ്യുന്നില്ല. അപ്പൊ ഇവന്റെ അടുത്ത് അന്യായക്കാരർക്ക് സാക്ഷിയുമില്ല, പ്രതിഭാഗം നിഷേധിച്ച് സത്യം ചെയ്യുന്നുമില്ല, അംഗീകരിച്ച് ഏറ്റുപറയുന്നുമില്ല, തിരിച്ച് സത്യം മടക്കി അന്യായക്കാരനെ കൊടുത്തപ്പോ അവനും സത്യം ചെയ്യുന്നില്ല. ആ കേസ് വെറുതെ തള്ളിപ്പോവും, അല്ലാതെ ഒന്നുമില്ല. അത് മതി. ഇനി ചില കേസുകൾ കോടതിയിൽ എത്തിക്കൽ അത്യാവശ്യമായി വരും. ചില കേസുകൾ വേണമെങ്കിൽ എത്തിക്കുക, വേണ്ടെങ്കിൽ എത്തിക്കാതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വിവരം ഇൻഷാ അല്ലാഹ് നാളെ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ഓതാ. ഇന്ന് അത് മതി. ഇന്ന് ആവൂലാന്ന് എഴുതിയത് ഇനി എന്നാ പറ്റില്ലാണ്ടാക്കണ്ട കുറച്ച്. കാരണം ഈ ആഴ്ച ആവുമ്പോഴത്തേന് നല്ലവർക്ക് തീർന്നെങ്കിലേ ബഹുമാനപ്പെട്ട ഉസ്താദ് അറബി മാസം 21 അന്ന് ദ്വാരക്കാരനാ പറഞ്ഞത്. ആവുമ്പോഴത്തേന് നമുക്ക് ക്ലാസ് പൂർത്തിയാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി കുറച്ച് സമയമാണെങ്കിൽ അത്യാവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംശയം ചോദിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മൈക്ക് കൈമാറാം. അല്ല ആരും ചോദിക്കാനില്ലെങ്കിലോ നൃത്തം ചെയ്യാം. തുടക്കത്തിൽ ഇങ്ങനെ ഒരു കൊണക്കേട് കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഉണ്ട്. തുടക്കത്തിൽ ആരും ചോദിക്കാനുണ്ടാവില്ല. ആരെങ്കിലും തച്ച് ഉന്തി പിടിച്ച് വലിച്ച് കൊണ്ടുവരണം. അവസാനായാലോ ആളൊന്നായിട്ട് വരിവരിയായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോ കഴിയുന്നതും നേരത്തെ വരിക. ചിലപ്പോ 3 മണിക്ക് തന്നെ നിർത്തി എന്ന് വരും ഇൻഷാ അല്ലാഹ്. റഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉസ്താദ്, ഇന്നത്തെ വിഷയം കൂടുതലായി സാധുവായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് വന്നത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം റജബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ശഅബാൻ 15 ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം അതിന് ഇന്നത്തെ നാളത്തെ നോമ്പിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൽ ഇന്ന് രാത്രി പതിവാക്കേണ്ട സൂറത്തുകളെ കുറിച്ചും അതിന്റെ ആ മഹത്വം ഒന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. അല്ലാഹു ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിന്റെ ആവശ്യമില്ല തന്നെ മനസ്സിലാണ്. കാരണം ഇന്നലെ രാത്രി വിശദമായി ബഹുമാനപ്പെട്ട KKM സൈദി ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട ക്ലാസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ പുറമെ ആ ക്ലാസ് ഇന്ന് രാവിലെ അതിന്റെ റെക്കോർഡ് നമ്മൾ ആലു രാജി വീണ്ടും വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ വേണ്ടവര് അത് നമ്മളെ സൈറ്റിലുണ്ടാവും, അത് കേൾക്കുക. അല്ലാതെ ഒരു വിഷയം തന്നെ രാവും പകലും ഉച്ചക്കും വൈകുന്നേരം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നലെ അതിന് മാത്രം സ്വന്തം ഒരു ക്ലാസ് മണിക്കൂറുകൾ, ഏകദേശം 1.5 മണിക്കൂറോളം സമയം ബഹുമാനപ്പെട്ട KKM സൈദി ഉസ്താദ് ക്ലാസ് നടത്തിയിരുന്നു. അത് നമ്മുടെ റൂമിൽ ലൈവായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലർക്കത് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന നിലക്ക് ഇന്ന് രാവിലെ മൗലിദ് മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ആലു രാജി അതിന്റെ റെക്കോർഡും വെച്ചിരുന്നു. അത് രണ്ടും കേൾക്കാൻ പറ്റില്ല. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നതുപോലെ ആവും. ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ സൈറ്റിൽ പോയാൽ KKM സൈദി ഉസ്താദിന്റെ ആ ക്ലാസ് ഉണ്ടാവും. അതിന്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അഡ്മിന്മാരുമായിട്ട് ബന്ധപ്പെട്ടാൽ അവര് തരും. അപ്പൊ അതിനെപ്പറ്റി വിശദമായി പഠിക്കാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്ന വിചാരിക്കണം. പിന്നെ അത് റെക്കോർഡ് നമ്മൾ സൈറ്റിലുണ്ടാവില്ലെങ്കിൽ ഇൻഷാല്ലാ ഇനിയും പ്ലേ ചെയ്യാൻ നമുക്ക് ഫ്രീ ടൈമിൽ ഇൻഷാല്ലാ. ബറാത്ത് അതിനോടനുബന്ധിച്ചുള്ള കാര്യമല്ലേ. പക്ഷേ ഞാനിപ്പോൾ വന്ന് ചോദിക്കാൻ ഒരു ചോദ്യം വന്നത്, വലിയ ശുദ്ധിയുള്ള ഒളു എടുക്കുന്നതിന്റെ വിധി, ഒളു എടുത്ത ആ ചോദ്യം വന്ന് എനിക്ക് തോന്നുന്നത്, ആ ചോദ്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് തോന്നുന്നത് ഈ ദായിമുൽ ഉളു സുന്നത്താണല്ലോ. അപ്പോൾ വലിയ ശുദ്ധി ഉള്ള ആള് എന്ന് പറഞ്ഞാൽ അവിടെ ചോദിച്ച് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണ് ഒളു എടുക്കുന്നതും ആ കുട്ടിക്ക് മുല കൊടുക്കുന്നതിന് മുമ്പ് ഒളു എടുക്കുക, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയവരാണെന്ന് തോന്നുന്നത്. എനിക്ക് വന്ന ചോദ്യം അങ്ങനെയാണ്. അപ്പൊ അതിന്റെ വിധി, അത് നല്ലതാണോ, ആ ഒളു കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ എന്നാണ് ചോദിച്ചത്.
പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീ ഒതു എടുക്കല് അതിപ്പോ വലിയ ശുദ്ധിയിലായതുകൊണ്ടാണല്ലോ ഉള്ളത്. പിന്നെ അങ്ങനെ ഉള്ള അവസരത്തിലുള്ള എടുക്കുന്ന ഒതുവിനെ കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചിട്ട് സാറിനോട് ചോദിച്ചു പറയാമെന്ന് പറഞ്ഞ PM വന്നപ്പോൾ ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ഹൈളോ നിഫാസോ ഉള്ള സമയത്ത് വുളൂ ചെയ്യൽ ഹറാമാവുന്നു. അതേ സമയത്ത് ജനാബത്തുള്ളവരെ സംബന്ധിച്ച് വുളൂ ചെയ്യൽ സുന്നത്താണ്. ജനാബത്തുണ്ടായവനെ സംബന്ധിച്ച് വുളൂ ചെയ്യൽ സുന്നത്ത്. അതായത് ജനാബത്തുള്ളൊരു വ്യക്തി കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക, രണ്ടാമത് വീണ്ടും സംയോഗത്തിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വുളൂ ചെയ്യൽ സുന്നത്തുണ്ട്. എന്നാൽ ഹൈള്, നിഫാസ് എന്നീ രണ്ട് അശുദ്ധിയുള്ള സമയത്ത് ചെറിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി വുളൂ ചെയ്യുക, വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി കുളിക്കുക എന്നിവ ഹറാമാവുന്നു, ചെയ്യാൻ പാടില്ല. ഓക്കെ, ഹറാമാ. വലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരു കടം കൊടുക്കലും വാങ്ങുള്ള ഇടപാടിൽ ഇവിടെ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് കുറച്ച് പൈസ കൊടുത്ത് അത് കിട്ടാതെ വരുമ്പോൾ അതിന് കോടതിയിൽ പോയി കേസ് കൊടുത്ത് അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ ആ ശിക്ഷക അല്ലാതെ അവൻ ഇത് ആഖിറത്തിൽ ആ വ്യക്തിക്ക് ശിക്ഷ ഉണ്ടാവുമോ? ഒന്ന് റജബ് മാസം നോമ്പ് സുന്നത്ത് നോമ്പിന്റെ ഒപ്പം ഫർള് നോമ്പിനെ പറ്റി നിയത്ത് ചെയ്യാൻ പറ്റും? അസ്സലാമു അലൈക്കും. കൊടുക്കാനുള്ള വ്യക്തി കടം വീട്ടേണ്ട സമയത്ത് അത് വീട്ടാതെ വരികയും കിട്ടാനുള്ള വ്യക്തി കോടതിയിൽ കേസ് കൊടുത്ത് ഇയാൾക്ക് കൊടുക്കാനുണ്ട് എന്ന് കോടതിയിൽ നിയമപരമായി സ്ഥിരപ്പെടുകയും ചെയ്താൽ അയാളെ ശിക്ഷിക്കുകയല്ല ചെയ്യുക, അയാളോട് ആ കാശ് ഈടാക്കി കൊടുക്കുക കോടതി ചെയ്യുക. അല്ലാതെ ജയിലിൽ വെക്കുക തുടങ്ങിയ ശിക്ഷകൾ കൊടുക്കാൻ പാടില്ല. ഇയാളുടെ ഹക്ക് വാങ്ങിക്കൊടുക്കുക. അത് കൊടുക്കാൻ വിസമ്മതിക്കുകയാണ്, കഴിവുണ്ട് എങ്കിൽ കോടതി ജയിലിൽ വെക്കും. അതുകൊണ്ട് ഹക്ക് വീടുന്നതല്ല. കൊടുക്കാനുള്ള ഹക്ക് കൊടുത്തു വീട്ടുകയോ അതല്ലെങ്കിൽ കിട്ടാനുള്ള വ്യക്തിയോട് പൊരുത്തപ്പെടിക്കുകയോ രണ്ടാലൊന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ ശിക്ഷ ഉണ്ടാവും. കോടതി ഇതിൽ ശിക്ഷിക്കുക അല്ല ചെയ്യുക, മറിച്ച് കോടതി നിയമപരമായി അയാളിൽ നിന്നിട്ടും ഈ സംഖ്യ ഈടാക്കി അന്യായക്കാരന് കൊടുക്കുകയുള്ളൂ. അങ്ങനെ കൊടുക്കാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ അവധി നീട്ടിക്കൊടുക്കാൻ പറയും. അല്ല, കഴിവുണ്ട് കൊടുക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ കോടതി നിയമപരമായ ശിക്ഷ കൊടുക്കും. രണ്ടായാലും ഹക്കടപാട് വീട്ടാനുള്ള കടം ഒന്നിരിക്കൽ വീട്ടണം, അതല്ലെങ്കിൽ കിട്ടാനുള്ള ആളോട് പൊരുത്തപ്പെടിക്കണം, അല്ലെങ്കിൽ ആഖിറത്തിൽ ശിക്ഷ ഉണ്ടാവും. കോടതി നിയമവും അയച്ച് ആഖിറത്തിലെ ആ വിഷയത്തിൽ ബന്ധമുണ്ടാവുന്നതല്ല. പിന്നെ റജബിലേതാവട്ടെ ശഅബാനിലേതാവട്ടെ സുന്നത്തായ നോമ്പിന്റെ കൂട്ടത്തിൽ ഖളാ വീട്ടാനുള്ള റമളാൻ മാസത്തിലെ ഫറളായ നോമ്പ് ഖളാ വീട്ടാനുണ്ടെങ്കിൽ രണ്ടും കൂടി കരുതിയാൽ രണ്ടും ലഭിക്കും. ഫർളിന്റെ കടം വീടുകയും ചെയ്യും, സുന്നത്തിനെ കരുതിയാ സുന്നത്തിന്റെ കൂലിയും കിട്ടുകയും ചെയ്യും. അപ്പൊ രണ്ടും കൂടി കരുതിയാൽ രണ്ടിന്റെ കൂലിയും കിട്ടും. ഓക്കെ, നാളെ 3 കൂലിയാ, രണ്ടുമല്ല. അതായത് അയ്യാമുൽ ബീളിന്റെ 13, 14, 15 എന്നീ ദിവസങ്ങളെ നോൽമ്പ് എല്ലാ മാസത്തിലും മുഅക്കദായ സുന്നത്താണ്. അതിൽപ്പെട്ട 15 നാളെ. അപ്പൊ അയ്യാമുൽ ബീളിന്റെ നോമ്പ്. മറ്റൊന്ന് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മുഅക്കദായ സുന്നത്താണ്.
ആ നിലക്ക് നാളെ തിങ്കളാഴ്ചയാണ്. അപ്പൊ തിങ്കളാഴ്ച നോമ്പ് എന്ന നിലക്കുള്ള സുന്നത്തും ഉണ്ട്. അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽപ്പെട്ട 15 എന്ന സുന്നത്തും ഉണ്ട്. അതിന്റെ പുറമെ ശഅബാൻ പകുതിയുടെ രാത്രി മഹാനായ ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ശഅബാൻ പകുതിയുടെ രാവാകുമ്പോൾ രാത്രി നിങ്ങൾ നിസ്കാരാദി കർമ്മങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് രാത്രി സജീവമാക്കുകയും പകൽ സമയത്ത് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുവീൻ എന്ന്. ഈ ഹദീസ് അതിന്റെ സനദിൽ ബലഹീനത ഉണ്ടെങ്കിലും ഫളായിലുൽ അഅമാലിൽ അത് സ്വീകാര്യമാണ് എന്നും അതടിസ്ഥാനത്തിൽ ശഅബാൻ 15 അന്ന് ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ പ്രത്യേകം സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചതിന് മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള ഇമാമിയങ്ങള് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശഅബാൻ പൗതിയുടെ ബറാഅത്തിന്റെ നോമ്പ് എന്നും കരുതി, അയ്യാമുൽ ബീദിന്റെ 15 അന്നത്തെ നോമ്പ് എന്നും കരുതി, തിങ്കളാഴ്ച നോമ്പ് എന്നും കരുതി, നാ 3 കിട്ടും. അതിന്റെ പുറമെ റമളാൻ മാസത്തിലെ നോമ്പ് കളാ വീട്ടാണെങ്കിൽ അതുകൂടി കരുതിയാൽ 4 കിട്ടും. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് നോമ്പിന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ ജുമാക്ക് പള്ളിയിൽ നിന്ന് ഇമാമ ഖുത്ബ ഓതിയപ്പോ പറഞ്ഞൊരു വിഷയം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പള്ളിയിലെ ഇമാമ് പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല, അങ്ങനെ ഹദീസുകൾ മുഴുവൻ റസൂലിന്റെ പേരിൽ മൗദൂആയി ഉണ്ടാക്കിയതാണ്, അതിന് യാതൊരു ദലീലും ഇല്ലാന്ന് ഖുത്ബയിൽ പ്രസംഗം ഉണ്ടായിരുന്നു. ആ വിഷയം സൂചിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ മൈക്കെടുത്ത ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളിപ്പോ റമദാന് തറാവീഹ് നിസ്കരിക്കുന്നത് ഇവിടൊക്കെ പള്ളിയിൽ കൂടുതലും 8 റക്അത്താണല്ലോ. അപ്പോ ആ നിസ്കാരം നമ്മൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കലാണോ അതല്ല നമ്മൾ റൂമിൽ നിന്ന് 20 നിസ്കരിക്കലാണോ ഉത്തമം? ഒന്ന് വിശദീകരിച്ചു തന്നാലും. എവിടെന്ന് ചോദിച്ചാൽ ഖാലിദിയയില് ഉമർ കാമിലിന്റെ തൊട്ടടുത്ത വീടിന്റെ അടുത്ത പള്ളിയിൽ. ഓക്കെ, മൈക്കോട് റൈസ്. അസ്സലാം. ഈ പറയുന്ന ഇവിടെ നിന്നുള്ള ഇമാമിയങ്ങൾ എന്ന് പറയണൊക്കെ മൗമൂമിങ്ങളാണ് ചങ്ങായി. അതിലൊന്നും ഒറ്റൊന്നും ഇമാമില്ല. ഇമാമ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആരാവണം? ഹദീസിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ, ഇമാമ് എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് ഹാഫിള് എങ്കിലും ആവണം. ഹാഫിള് എന്ന് പറഞ്ഞാൽ സനദിൻ സഹിതം, ആ സനദിലെ റിജാലിന്റെ അഹ്വാല് സഹിതം 1,00,000 ഹദീസ് ഹിഫ്ള് ആൾക്കാണ് യഥാർത്ഥത്തിൽ ഹാഫിള് എന്ന് പറയാം. ചുരുങ്ങിയത് 3,00,000 ഹദീസ് ഈ നിബന്ധനയോടുകൂടി ഹിഫ്ളുള്ള ആൾക്കാണ് ഇമാമ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ചങ്ങായി 2 കാലുമേൽ നടക്കുന്നതായിട്ട് ഈ ഭൂമിന്റെ മുകളിലുണ്ടോ? വിവരം കെട്ട പൊട്ട ജാഹിലീങ്ങളായ മൊത്തം വഹാബികൾ ഏതെങ്കിലും തോന്നിവാസം സ്റ്റേജുമ കയറി പറയുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഇമാമ് എന്ന് പറയാൻ പാടില്ല. വിഡ്ഢിത്വത്തിന് കയ്യും കാലും മുളച്ച ആൾരൂപങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ചെലക്കുന്ന ഇത്തരം മൃഗങ്ങൾ. യഥാർത്ഥത്തിലേറ്റെങ്കിലും മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റൂല. മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ഈ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് ഇങ്ങനെ പ്രത്യേകം ഒരു നോമ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, ഹദീസിന്റെ സനദിന് ചെറിയ ബലഹീനതയുണ്ടെങ്കിലും ഫളായിലുൽ അഅമാലിൽ സ്വീകരിക്കാൻ പറ്റുന്ന നിലക്ക് പരിഗണനീയമായ ഹദീസാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ സുന്നത്തുണ്ടെന്ന് പറയാം. അയ്യാമുൽ ബീദിൽ പെട്ടതാണ് എന്നതുകൊണ്ട് സുന്നത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സുന്നത്താണെന്ന് പറയാം എന്ന് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെയുള്ള ലോകപ്രശസ്തനായ ഒരു ഇമാമ്, അദ്ദേഹം മാത്രമല്ല വേറും പലരും പറഞ്ഞോടത്ത് ഈ അറക്കത്തിടാൻ അറബി തെറ്റില്ലാതെ വായിക്കാൻ കഴിയാത്ത ഈ മുറിച്ചുത്തികള് ഓര് പറയുന്നത് നിങ്ങൾ എന്തിനാ വെറുതെ ക്ലാസ്സിൽ പറഞ്ഞ സമയം കളയുന്നു? അതൊക്കെ തനി വിവരം കെട്ട മുറിച്ചുത്തികളാ. ഒരു ഹദീസ് തെറ്റില്ലാതെ അറക്കത്തിടാതെ എഴുതി കൊടുത്താൽ വായിക്കാൻ കിട്ടാത്ത ജാഹിലീങ്ങളാണ് ഇതൊക്കെ. നിസ്കാരത്തെ ഫർദ് ഞാൻ പറഞ്ഞ ഇമാമെന്ന് നിങ്ങൾ പറഞ്ഞ മനുഷ്യനോട് നിസ്കാരത്തിന്റെ ഫർദ് എത്രയാന്ന് ചോദിച്ചു നോക്കി.
അത് പറയാൻ കിട്ടാത്ത ജാഹിലീങ്ങളേക്കാൾ ഖുർആൻ അങ്ങനെ ചൊർക്കിലോതുന്നല്ലാതെ ഇസ്ലാമിനെ പറ്റിയിട്ട് ഒരു ഫീലും ഫയലും അറിയാത്ത ജാഹിലീങ്ങൾ, അത്തരം ജാഹിലീങ്ങൾ പറഞ്ഞത് പണ്ട് കാരണന്മാർക്കൊരു വാക്കുണ്ട്, അമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്. അതൊക്കെ ആ കൂട്ടത്തിൽ എണ്ണാനേ ഉള്ളൂ. അതേസമയത്ത് മുൻഗാമികളായ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു? അതാ നോട്ടം. അവരാണ് ഇമാമിയങ്ങൾ. ഇപ്പുണ്ടോ ഇമാമിയങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിപ്പ്? അത് വിടി. അപ്പോ ഇങ്ങനെയുള്ള ജാഹിലീങ്ങളായ ആളുകൾ 8 തറാവീ എന്ന് വിശ്വസിച്ച് നിസ്കരിക്കുന്നതിനോട് കൂടെ നിസ്കരിച്ച നിസ്കാരം തന്നെ സഹിയല്ല. 8 തറാവീഹ് എന്ന് വിശ്വസിക്കുന്ന ഒരാളോട് കൂടി തുടർന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം തന്നെ സഹിയല്ല. അതേ സമയത്ത് 20 റക്അത്താണ് തറാവീഹ് എന്ന് വിശ്വസിക്കുകയും എന്തോ ബാഹ്യമായ ചില കാരണങ്ങളാൽ 8 നിസ്കരിക്കുകയും ചെയ്യാണ് എന്നറിഞ്ഞാൽ അയാളോട് തുടരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബാക്കിയുള്ളത് സ്വന്തം നിസ്കരിച്ചാൽ മതി. എന്നാലും ശരിയായ നിലക്ക് 20 സുന്നത്താക്കപ്പെട്ട 20 നിസ്കരിക്കുന്ന ഒരു ജമാഅത്ത് കുറഞ്ഞ ആളുകളെ കൊണ്ടെങ്കിലും വേറെ കിട്ടുമെങ്കിൽ ആ ജമാഅത്തിൽ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളല്. ഇനി അങ്ങനെ ജമാഅത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടി വരും. പള്ളിക്കൽ വന്നാൽ 8 ജമാഅത്തായിട്ട് നിസ്കരിക്കാം. പക്ഷെ അയാൾ 8 തറാവീഹ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല, 20 ഉണ്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ബാഹ്യമായ ചില കാരണങ്ങളെ കൊണ്ടിട്ട് 8 നിസ്കരിക്കേണ്ടി വരികയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാളോട് 8 നിസ്കരിക്കുകയും ബാക്കിയുള്ളത് പൂർത്തിയാക്കുകയും ചെയ്യാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, 8 റക്അത്താണ് തറാവീഹ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്റെ നിസ്കാരം സഹിയല്ല. അയാളോട് തുടർന്ന് നിസ്കരിച്ചാൽ തുടർന്നവന്റെ നിസ്കാരവും സഹിയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലിയർ ആയിട്ട് കേൾക്കണമെങ്കിൽ ആരെങ്കിലും ഒന്ന് എസ് അടിച്ചാൽ നല്ലതായിരിക്കും. ഹലോ, അൽഹംദുലില്ലാ. ഉസ്താദ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി കേട്ടിട്ടാണ് എല്ലാവരും മക്കയിലേക്ക് പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരാൾ പറഞ്ഞു പോകുന്ന എല്ലാവരും വിളി കേട്ടിട്ടല്ല പോണ. കാരണം ഇപ്പൊ ഹജ്ജ് ചെയ്യാൻ പോണേല് ബ്ലേഡ് കമ്പനിക്കാരുണ്ട്, കള്ളുപിടിക്കുന്നവരുണ്ട്. അപ്പൊ അവിടെ എത്തിപ്പെടുന്നവരിൽ തന്നെ എല്ലാവരും വിളി കേട്ടിട്ടല്ല ചെല്ലണ എന്നാണ് പുള്ളിയുടെ അഭിപ്രായം. എന്താണ് അതില് യഥാർത്ഥമായിട്ടുള്ള വിഷയം എന്നൊന്ന് ഉസ്താദ് പറഞ്ഞു തന്നായിരിക്കും. അത് സംബന്ധിച്ച് എനിക്ക് അറിയില്ല. പറയുന്നത് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട് പലതും അല്ലാതെ വ്യക്തമായി പറയാൻ അത് സംബന്ധിച്ചുള്ള ഇൽമ് ഇപ്പൊ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് വ്യക്തമായൊന്നും പറയാൻ സാധ്യമല്ല. അസ്സലാമു അലൈക്കും. ഉസ്താദെ, വിഷയം ബന്ധപ്പെട്ടതല്ല അവിടെ കൈവക്കാൻ താമസിച്ചത്. അന്തംകമ്മികളുണ്ടെന്ന് കേട്ടിട്ടെന്ന് പറയുന്നതാണ്. നമ്മൾ ഈ ഉമ്മയുടെ പള്ളിയിൽ നിന്ന് 6 മാസമാകുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ വിജയവും പരാജയവും അവൻ ജീവിച്ചത് മുതൽ അവന്റെ അന്ത്യം വരെയുള്ളതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞു എന്ന് പറയുന്നു. ഇന്നലെ ഞാൻ ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ടെസ്റ്റിൽ കൂടെ ചോദ്യം മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതൊന്നും പ്രതികരണം ഉണ്ടായിരുന്നില്ല. അപ്പോ ഖുർആനിൽ ഫിയാ യുഫറഖു കുല്ലു അംറിൻ ഹകീം സൂറത്ത് ദുഖാനിൽ പറയുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഖളാ എന്ന് പറയപ്പെടുന്നത് ഈ തിരുത്തൽ അങ്ങനെ 2 പ്രാവശ്യമുണ്ടോ? 6 മാസം പള്ളിയിൽ നിന്ന് തന്നെ നമ്മുടെ വിജയവും പരാജയവും ജീവിതവും മരണമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബറാത്ത് രാത്രി പ്രത്യേകം തിരുത്ത് എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ 2 ഖളാ ഉണ്ടോ എന്നറിയാണ്. ഇത് അന്തംഗമികളൂടെ അറിയട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. അതൊരു ജാതി യുക്തിവാദാണ്. യുക്തി കൊണ്ട് വാദിക്കല്ല, യുക്തിക്ക് വാദം പിടിച്ച ചില ആളുകളുടെ വാദാണ്. അത്രേ ഇതിനെ പറ്റി പറയാൻ കഴിയുള്ളൂ.
അതിപ്പോ ബറാത്തിന്റെ അന്നത്ത് മാത്രമല്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്നാ പിന്നെ എന്തിനാ പിന്നെ 4-ാം മാസം ഗർഭത്തിലായ സമയത്ത് രണ്ടാമതൊന്ന് എഴുതുന്ന എന്തിനാ? മരണം വരെ എന്നല്ല, സ്വർഗാവകാശികൾ സ്വർഗത്തിലും നരകാവകാശികൾ നരകത്തിലും പ്രവേശിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്തിനാ 4-ാം മാസത്തിലൊന്ന് പ്രത്യേകം എഴുതുന്നത്? 4-ാം മാസത്തിൽ അങ്ങനെ എഴുതിയതാണെങ്കിൽ പിന്നെ ബറാത്തിന്റെ അന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് എന്താണ്? അത് യുക്തിവാദികളുടെ ചോദ്യമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്വർഗത്തിക്കുള്ളവൻ ഏതായാലും സ്വർഗത്തിൽ കിടക്കുമല്ലോ, പിന്നെ എന്തിനാ നിസ്കരിക്കുന്നത്, എന്തിനാ നോൻപ് കൊടുക്കുന്നത്, എന്തിനാ സക്കാത്ത് കൊടുക്കുന്നത്, എന്തിനാ ഹജ്ജ് ചെയ്യുന്നത്? കാരണം സ്വർഗത്തേക്ക് അല്ലാഹു തആല കണക്കാക്കി എന്തായാലും സ്വർഗത്തേക്ക് പോകൂലേ? അല്ല, ഞാൻ നരകത്തേക്ക് കണക്കാക്കിയാണ് എന്നാ നിസ്കരിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നോൻപ് വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? സക്കാത്ത് കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? ഹജ്ജ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? നരകത്തേക്ക് കണക്കാക്കി എന്തായാലും നരകത്തേക്ക് അല്ലേ? അങ്ങനെയുള്ള യുക്തിവാദം എന്ന് പറഞ്ഞാൽ യുക്തി കൊണ്ടുള്ള വാദമല്ല, അത് യുക്തിക്ക് വാദം പിടിച്ചതാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ സ്വർഗാവകാശിയാണെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളും അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ടാവും. ഇന്നാള് സ്വർഗാവകാശിയാണ്, ആ സ്വർഗം ലഭിക്കാൻ ആവശ്യമാവുന്ന നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ദാനധർമ്മങ്ങള്, ഹൈറായ കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയും തമ്മാടിത്തരങ്ങൾ, വ്യഭിചാരം, അക്രമം, തോന്നിവാസം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അതുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുന്നു. ആ മൊത്തം രേഖപ്പെടുത്തിയത് ഇവനെ സംബന്ധിക്കുന്ന പ്രത്യേക റെക്കോർഡിൽ അത് ആവശ്യമായത് 4-ാം മാസത്തിൽ പ്രത്യേകം വേറെ രേഖപ്പെടുത്തും. ലൗഹുൽ മഹ്ഫൂദിൽ പണ്ട് തന്നെ ഉണ്ട്. എന്നതുപോലെ തെറ്റ് ചെയ്താൽ അതുകൊണ്ട് ശിക്ഷ ഉണ്ടാവുമെന്നും, തെറ്റിനെ തൊട്ട് പൊറുക്കലിനെ തേടി തൗബ ചെയ്താൽ ശിക്ഷ ഉണ്ടാവില്ല എന്നും അതും അല്ലാഹുവിന്റെ രേഖയല്ലേ? എന്തായി പറയണത്? വ്യഭിചരിച്ചവൻ നരകത്തിലാണ്, കൊലപാതകം നടത്തിയവൻ നരകത്തിലാണ്, പലിശ വാങ്ങിയവൻ നരകത്തിലാണ്. പക്ഷേ പലിശയെ തൊട്ട് തൗബ ചെയ്തു, വ്യഭിചാരത്തിൽ നിന്ന് തൗബ ചെയ്തു, നിസ്കാരം കളാക്കിയതിൽ നിന്ന് തൗബ ചെയ്തു, എന്നാലോ വൽ മുസ്ലിമു മൻ യതബ, തെറ്റ് തൗബ ചെയ്തവൻ പാപിയല്ലാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു. അപ്പൊ അതും ഇല്ലേ രേഖയിൽ? എന്നതുപോലെ ലൈലത്തുൽ ബറാത്തിന്റെ അന്ന് ദുആ ചെയ്താൽ ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടും, ദുആ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്നും കിട്ടൂല എന്നും ഉണ്ടാവും രേഖ. അത് ചെയ്യുന്നവര് ചെയ്താൽ അത് കിട്ടും, ചെയ്യാഞ്ഞാൽ അത് കിട്ടൂല. ഹലാസ്. അത് അതിന് മാത്രമല്ലല്ലോ, എല്ലാത്തിലും ഉണ്ടല്ലോ ആവശ്യം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജാദി സാലിഹായ അമലുകൾ ചെയ്യുകയും അക്രമം, വ്യഭിചാരം, തോന്നിവാസം, തമ്മാടിത്തരം പോലത്തത് ചെയ്യാതിരിക്കുകയും ചെയ്തവരൊക്കെ സ്വർഗത്തിലാണ്. തിരിച്ചായാലോ നരകത്തിലാണ്. എന്നാൽ ഈ തെറ്റുകളൊക്കെ ചെയ്തു തൗബ ചെയ്താലോ നരകത്തിലല്ല, സ്വർഗത്തിലാണ്. അല്ല, നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഉപേക്ഷിച്ചിരുന്നു, പക്ഷേ പിന്നീട് തൗബ ചെയ്ത് പരിഹരിച്ചാലോ സ്വർഗത്തിലാണ്. ഏതിനും വലിയ ഒരു പരിഹാരം എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ എന്നൊരു ഹദീസിന് കാണാം. ദുആ അല്ലാതെ അള്ളാന്റെ ഖളാനെ റദ്ദ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ ഇന്നതുപോലെ ദുആ ചെയ്താൽ അല്ലാഹു തആല ഇന്നത് ചെയ്യുന്നു, ദുആ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത് ചെയ്യുന്നുള്ള വിധി ഉണ്ടാവും. അയോൻ ചെയ്താൽ അത് കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടൂല. എന്നതുപോലെ ബറാത്തിന്റെ അന്ന് ദുആ ചെയ്താൽ ചിലപ്പോൾ ദീർഘായുസ് കിട്ടുന്ന വേണ്ടി വെച്ചവർക്ക് ദുആ ചെയ്താൽ കിട്ടും, ദുആ ചെയ്യാത്തവർക്ക് അത് കിട്ടൂല. റിസ്ഖിൽ ബറക്കത്ത് ദുആ ചെയ്തവർക്ക് അത് അല്ലാഹു തആല കൊടുക്കും, ദുആ ചെയ്യാത്തവർക്ക് അല്ലാഹു തആല കൊടുക്കൂല. അത് എല്ലാ വിഷയത്തിലും ഉണ്ട്. അത് ഏതിനും പരിഹാരമില്ലേ? അതായത് യംഹഖുല്ലാഹു മാ യശാഉ വയുസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ് എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. അല്ലാഹു അവന്റെ ഖളാഅ്, അവൻ നിശ്ചയിച്ച ചില കാരണങ്ങൾ ഉണ്ടായാൽ അതനുസരിച്ച് തിരുത്തുകയും അതില്ലാതിരുന്നാൽ അത് അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. അത് എല്ലാ വിഷയത്തിലും ഉണ്ട്. നിസ്കരിക്കാത്തവൻ നരകത്തിലാണ്, പക്ഷേ ആ നിസ്കരിക്കാത്ത തെറ്റിനെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങിയാലോ അപ്പൊ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ എന്നവിടെ കൂട്ടണം. കള്ളുടിച്ചവൻ നരകത്തിലാണ്, വ്യഭിചരിച്ചവൻ നരകത്തിലാണ്, കൊലപാതകം നടത്തിയവൻ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ എന്നവിടെ കൂട്ടിക്കൊടുത്താളി. തൗബ ചെയ്താൽ നരകത്തിലല്ല, അപ്പൊ തൗബ ചെയ്തിട്ടില്ലെങ്കിലാണ് നരകത്തിൽ.
അതന്നെ, അത് എല്ലാത്തിലും ഉണ്ട്. അത് ബറാത്തിന് മാത്രമുള്ളതല്ല എന്നർത്ഥം. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ ഉസ്താദ്? ഉസ്താദ്, എന്റെ സംശയം, ഈ ഇമാമും മൗമുമായിട്ട് നിസ്കരിക്കുമ്പോ ഇമാമ് നിയ്യത്ത് ചെയ്യേണ്ടത് ഇമാമോട് കൂടിയാണോ അതെല്ലാം ഇമാമും മൗമുമായിട്ടാണോ എന്നാണോ? അതേപോലെ ഒരു ഇമാമ് മൗമുമായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ ഫർളിൽ അഥവാ ഫാത്തിഹാല് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മൗമുമായ നമ്മുടെ നിസ്കാരം ബാത്തിലാവോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുമ്പം ഇമാമാണെങ്കിലും മൗമൂമാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. രണ്ടാക്കും ചെയ്യാം. ഇമാമിനും ചെയ്യാതെ മൗമൂമിനും ചെയ്യുന്നത് ജമാഅത്തായി നിസ്കരിക്കും. ളുഹർ എന്ന ഫർദ് നിസ്കാരം ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു, ജുമാ എന്ന ഫർദ് നിസ്കാരം ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്നതുപോലെ ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ഇമാമിനും പറ്റും മൗമൂമിനും പറ്റും. അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് ഇമാമ് കരുതുക, മൗമൂമായി നിസ്കരിക്കുന്നു എന്നോ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നോ മൗമൂമ് കരുതുക. ഇങ്ങനെ. അപ്പൊ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്നോ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നോ രണ്ടും കരുതുക. മൗമൂമും തന്നെ അങ്ങനെ, ഞാൻ മൗമൂമായി നിസ്കരിക്കുന്നു എന്നോ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നോ രണ്ടും കരുതുക. രണ്ടിലേതെങ്കിലും ഒന്ന് കരുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം, ഇമാമിന്റെ ഫാത്തിഹ സഹീഹാകാത്ത നിലക്കുള്ള തെറ്റ് വന്നാൽ ഇമാമിന്റെ നിസ്കാരം സഹീയാവൂല. അങ്ങനെയുള്ള ഇമാമിനോട് തുടർന്ന് നിസ്കരിച്ച മൗമൂമിന്റെ നിസ്കാരവും സഹീയാവുകയില്ല. അതിന് കാരണം ഫാത്തിഹ വുജൂബാണ്. അത് നിയമപരമായി തെറ്റില്ലാതെ ഓതൽ ഷർത്താ. അതറിയാത്ത തെറ്റോടുകൂടി ഓതുന്ന ഇമാമിനെ പറ്റി ഉമ്മിയ് എന്നാ പറയാം. ഫാത്തിഹ തെറ്റില്ലാതെ ഓതാൻ അറിയാത്ത ആള്. അങ്ങനത്തെ ആളുകളോട് ഫാത്തിഹ നന്നായിട്ട് ഓതാൻ അറിയുന്ന ആളുകൾ തുടർച്ച സഹിയാവൂല. അപ്പൊ സഹിയാകാത്ത നിസ്കാരത്തിൽ തുടർന്ന് നിസ്കരിക്കൽ നിസ്കാരം ബാത്തിലാകാൻ കാരണമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദെ, ഹജ്ജിനെ കുറിച്ചിട്ടാണ് ചോദ്യം. അതായത് ഹജ്ജ് ചെയ്തു കഴിഞ്ഞാല് സമ്പത്തും ആരോഗ്യവും ഉള്ളവര് ഹജ്ജ് ചെയ്യണമെന്നാണല്ലോ. അപ്പോ ഹജ്ജ് ചെയ്യേണ്ട ആള് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അതായത് ഹജ്ജ് ചെയ്തു കഴിഞ്ഞ് തിരിച്ചെത്തിയാല് തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യില്ല, അതായത് ഉമ്മ പെറ്റ അവസ്ഥയില് പാവങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഹജ്ജ് ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിയമമുണ്ടോ? കാരണം ഈ നേരത്തെ ഈ സംഭവം വിശദീകരിച്ച സുഹൃത്ത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഹജ്ജിന് പോയിട്ട് തിരിച്ചെത്തിയാൽ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഹജ്ജിന് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. മൈക്കോർന്നു. അതില്ല, അത് ശരിയല്ല, അത് അബദ്ധാണ്. നേരെ മറിച്ച് ശരിയായ നിബന്ധനയനുസരിച്ച് എല്ലാ മഹത്വങ്ങളോടും കൂടിയ ഒരു ഹജ്ജ് ഒരാൾക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ അവന്റെ പിൽക്കാല ജീവിതം പൂർവകാല ജീവിതത്തെക്കാൾ നന്നായി തീരും. അത് ഈ ഹജ്ജ് പൂർണ്ണമായി സ്വീകാര്യമായതിന്റെ ബറക്കത്ത് കൊണ്ട് അങ്ങനെ സാധിച്ചെന്ന് വരും. എന്നാൽ നിയമപരമായി ദേഹത്തിൽ ആരോഗ്യസ്ഥിതിയുമുണ്ട്, സാമ്പത്തികമായ സ്ഥിതിയും സൗകര്യമുണ്ട്, യാത്രാ സംബന്ധമായ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ എല്ലാ മുസ്ലിമായ ആളുകൾക്കും ഹജ്ജ് ഫർളാ ജീവിതത്തിലൊരിക്കൽ. ശേഷം തെറ്റു വന്നു പോകുമോ ഇല്ലേ എന്ന ശങ്കയുടെ പേരിൽ ഒരിക്കലും ഹജ്ജ് ഫർളിൽ നിന്നിട്ട് ഒഴിവാവുകയില്ല. ഈ 3 നിബന്ധന ഒത്ത അവനെ സംബന്ധിച്ച് ഹജ്ജ് ഫർളാണ്. അതായത് തടിക്ക് ആഫിയത്തുണ്ട്, സാമ്പത്തികമായ കഴിവും ഉണ്ട്, യാത്രാ സംബന്ധമായ സൗകര്യങ്ങളും ഒത്തു. ഈ 3 കാര്യങ്ങൾ, അതാണ് തടിയാലും വഴിയാലും മുതലാലും എന്ന് പറഞ്ഞ്, ഈ 3 കഴിവ് ഒരു മനുഷ്യന് ഒത്തിണങ്ങിയാൽ അവന്റെ മേൽ ഹജ്ജ് ചെയ്യൽ ഫർളായി. ഹജ്ജ് ചെയ്യാതെ അവൻ മരണപ്പെട്ടാൽ അവൻ തമ്മാടിയായി ഫാസിഖായി മരണപ്പെടും.
അവന് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിൽ നിന്നിട്ട് ഹജ്ജ് ചെയ്യിക്കൽ വുജൂബാവുകയും ചെയ്യും. ഈ പറയുന്ന കടമയിൽ നിന്നിട്ട് ഒഴിവാകാൻ ഒരിക്കലും പിന്നീട് തെറ്റ് ചെയ്യുമോ എന്ന ശങ്ക ഒരിക്കലും തടസ്സമല്ല. നല്ല നിലക്ക് ഹജ്ജ് ചെയ്താൽ അതിന്റെ ശേഷം തെറ്റുകുറ്റങ്ങളിൽ നിന്നിട്ട് വിട്ടു നിൽക്കാനുള്ള ഭാഗ്യം കിട്ടും. എന്ന് വെച്ച് ഹജ്ജ് ചെയ്ത ആളുകൾ പിന്നെ മരണം വരെ തെറ്റ് ചെയ്യൂല എന്നൊരു ഗ്യാരണ്ടി ഒന്നും അല്ലാഹു തആല എവിടെയും തന്നതായിട്ട് ഖുർആനിലോ ഹദീസിലോ ഒന്നുമില്ല. നല്ല സ്വാലിഹായ അമലുകൾ ചെയ്തിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്താൽ സ്വീകാര്യമായതായ അമലാണെങ്കിൽ തെറ്റുകളിൽ നിന്നിട്ട് വിട്ടു നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല തന്നിരിക്കും. ഏതായാലും അത് ഹജ്ജ് നിർബന്ധമാവുന്നതിന് ഒരിക്കലും തടസ്സമല്ല. ഈ 3 നിബന്ധന മാത്രമേ ഹജ്ജിന് വേണ്ടതുള്ളൂ. തടിയാലും മുതലാലും വഴിയാലും സൗകര്യമടങ്ങിയാൽ അവന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ ഹജ്ജ് ചെയ്താൽ, നിബന്ധന അനുസരിച്ച് ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സഹീഹുമാണ്. സഹിയായ ഹജ്ജ് വന്നു കഴിഞ്ഞാൽ ഫർള് വീടി, അതിനുശേഷം വേറെ തെറ്റ് ചെയ്താൽ തെറ്റിന് തൗബ ചെയ്യണം. നിസ്കാരം അങ്ങനെ തന്നെയാണല്ലോ. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ? നിസ്കാരം ചീത്ത വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നിട്ട് ഒരു മനുഷ്യനെ തടയും എന്ന് പറഞ്ഞാൽ ശരിയായ നിസ്കാരം നിസ്കരിക്കുന്ന വ്യക്തിയിൽ നിന്നിട്ട് ചീത്ത വാക്കുകളോ ചീത്ത പ്രവൃത്തികളോ ഉണ്ടാവുകയില്ല. അപ്പോ നിസ്കരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ചീത്ത വാക്കും പ്രവൃത്തിയും പറയില്ല എന്ന് കണ്ടെങ്കിൽ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും പറയോ? ആ ജാതി പോയത്താണ് പറഞ്ഞത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ചെറിയൊരു സംശയം. നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളൊക്കെ ദർസിൽ പറഞ്ഞയക്കുന്ന സമയത്ത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണ വീടുകളിലും മറ്റും കണ്ടുവരാറുണ്ട്. അതിന്റെ ഒരു ആശയം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ മോൻ SSLC കഴിഞ്ഞു എന്ന് വെക്കുക. SSLC കഴിഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ എന്റെ ഭാര്യക്കും മകനും ഒരുപക്ഷെ പള്ളി ദർസിൽ പോകണം എന്നൊരു ആശയം ഉണ്ടാകും. അതേ സമയത്ത് ഉപ്പ പറയും നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് ഇനി പള്ളി ദർസിൽ പോകണ്ട, ഇന്ന സ്കൂളിലാണ് പറഞ്ഞയക്കുന്നത് എന്ന് പറയും. ഇവിടെ ഈ ഉപ്പാനെ ഈ മോൻ അനുസരിക്കുകയാണോ വേണ്ടത്? ഇതേപോലെ തന്നെ ഈ ഭാര്യ ഭർത്താവിനെ അനുസരിക്കാത്ത ഒരു അവസ്ഥ ഇവിടെ വരും. ഭർത്താവ് സ്കൂൾ പറഞ്ഞയക്കണമെന്ന് പറയുന്നു, ഭാര്യക്കാണെങ്കിൽ ഭാര്യക്കും മകനും ഉള്ള ഇങ്ങനത്തെ ഒരു വിഷയം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉസ്താദ് അവരോട് ഇങ്ങനെ തന്നെ ഞാൻ ചോദിക്കുന്നത്. ഭാര്യക്കും മകനും പള്ളി ദർസിൽ പറഞ്ഞയക്കണം, എന്നിട്ട് ഉപ്പാക്കാണെങ്കിൽ കുട്ടിയെ സ്കൂളിൽ പറഞ്ഞയക്കണം. എന്നിട്ട് ആ മകനോട് ഇതിന്റെ പേരിൽ മിണ്ടാതിരിക്കുന്ന ഒരു ഉപ്പയെ പോലും എനിക്കറിയാം. മോൻ പള്ളി ദർസിൽ പോയി എന്നത് കൊണ്ടിട്ട് സ്വന്തം മകനോട് മിണ്ടാതിരിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് മക്കൾ ഉൾക്കൊള്ളേണ്ടത്? മക്കൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഉപ്പയെ അനുസരിക്കുകയാണോ, സ്വന്തം തീരുമാനത്താൽ പള്ളി ദർസിൽ പോവുകയാണോ വേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ. ഇതേപോലെ തന്നെ ഒരു ആശയമുണ്ട്. ഇപ്പൊ എന്റെ മകനെ എനിക്ക് ഇന്നാരിന്ന സ്ഥാപനത്തിൽ പഠിപ്പിക്കണം എന്ന് തോന്നുന്നു. അതേ സമയത്ത് എന്റെ ഉപ്പ എന്നോട്, ഉദാഹരണമായിട്ട് പറയുകയാണ്, എന്റെ ഉപ്പ എന്ന് ജീവിച്ചിരിപ്പില്ല, അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, ആമീൻ. എന്റെ ഉപ്പ എന്നോട് ഉദാഹരണമായിട്ട് പറയുന്നു, നിന്റെ മകനെ നീ ആ സ്ഥാപനത്തിൽ പറഞ്ഞേക്കാൻ പാടില്ല, ഇന്നാലിന്റെ സ്ഥാപനത്തിൽ പറഞ്ഞേക്കണം. ഇവിടെ എന്തൊരു കാര്യം, എങ്ങനെയാണ് നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്? ഉസ്താദ് അവരോടൊന്ന് വിശദീകരിച്ചാൽ വലിയ ഉപകാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ ഇത് പറയാ? ഫിഖ്ഹിന്റെ വിധി എന്താ പറയാനുള്ളത് എനിക്കറിയില്ല. ഏതായാലും പ്രായപൂർത്തിയെത്തിയ മക്കൾ മുക്കല്ലഫായി കഴിഞ്ഞാൽ അവന്റെ മാർഗം തിരഞ്ഞെടുക്കാൻ ഇസ്ലാമിൽ ഹൈറായതാണെങ്കിൽ അവന് അധികാരമുണ്ട്. വാപ്പ മുണ്ടുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വാപ്പ തെറ്റിലേക്ക് ക്ഷണിക്കുകയും സ്വയം നന്മയിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നിടത്ത് പ്രായപൂർത്തിയെത്തിയതായ ഒരു മകന് അവൻ സ്വതന്ത്രനാണ്. അവന് തെറ്റിന്റെ വഴിയിലേക്ക് വിളിക്കുന്ന വാപ്പയുടെ ഈ തൽക്കാലം വിവരമില്ലാത്തത് കൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അത് പരിഗണിക്കേണ്ടതില്ല. ഖൈറിന്റെ വഴി തെരഞ്ഞെടുത്ത മകന്റെ മാർഗത്തിലേക്ക് മകന് പോകാവുന്നതാണ്. കാരണം SSLC പാസ്സായി എന്ന് പറയുമ്പോൾ 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. കുട്ടി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞു. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ കുട്ടി മുക്കല്ലഫായ ഒരു കുട്ടി അവൻ ഏത് മാർഗം സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാൻ എന്തായാലും അവന് അവകാശമുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുത്ത മാർഗം തെറ്റിന്റെ വഴിയാണെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ച് തൈദീബ് എന്ന നിലക്ക് കുട്ടിയെ ശിക്ഷിക്കാനോ നടപടിയെടുക്കാനോ അധികാരമുണ്ടാവും. തെറ്റില്ലാത്ത കാര്യത്തിൽ
നടപടിയെടുക്കാൻ രക്ഷിതാക്കൾക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. അത് ആ തന്താന്ന് പറയുന്ന ആ സാധു ഉണ്ടല്ലോ, ഓന്റെ ജഹാലത്താണ്, ഓനറിയാഞ്ഞിട്ടാണ്. മുണ്ടാതെക്കുന്ന കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. ഇയാള് ഈ ഒരു മുത്തല്ലിമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആലിമായി കഴിഞ്ഞാൽ, അതിന് മദ്രസാധ്യാപകൻ തന്നെ ആവട്ടെ, അതിന് മേപ്പെട്ടുള്ളവർ ഏതായാലും ഈ ദുന്യാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ ഭാഗ്യമാണത്. കാരണം എന്താന്ന് വെച്ചാൽ, ഏറ്റവും ചുരുങ്ങിയത് 5 വഖത്ത് ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം അവരുടെ മുന്നിൽ തുറന്നു കിടക്കുന്നു. ബാക്കി ആർക്കും കൃത്യമായി 5 വഖത്ത് ജമാഅത്തായി നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഇല്ല. ഒരു 99% ആളുകളും പൂർണ്ണമായി 5 വഖത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കഴിയുന്നത് മൗലിയാമാർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്ക് കഴിയില്ല. അവരുടെ ജീവിത ചുറ്റുപാടിന്റെ പ്രത്യേകതയാണ്. ഏറ്റവും ചുരുങ്ങിയ കാര്യം പറയുന്നത്, ഒരാള് മുതല്ലിമായി ഇൽമു പഠിച്ച് ആ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഹൈറിന്റെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ചെറിയൊരു ദുആ, ഒരു ഹൈർ, 5 വഖത്ത് ജമാഅത്തായി നിസ്കരിക്കാനുള്ള സാഹചര്യം അവന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നു. കാരണം അവരുടെ ജോലി അങ്ങനെയാണ്, അവരുടെ സാഹചര്യം അതാണ്. അവർക്ക് 5 വഖത്തും ജമാഅത്തായി നിസ്കരിച്ചോളണം, നിസ്കരിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യവും അവരുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അതിനൊരു പ്രതിബന്ധവുമില്ല. ബാക്കി ഏതൊരു കച്ചവടക്കാരനാവട്ടെ, കൃഷിക്കാരനാവട്ടെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവട്ടെ, അല്ലാതെ പ്രൈവറ്റ് മാനേജ്മെന്റുകളിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, ആർക്കാണെങ്കിലും 5 വഖത്ത് ജമാഅത്തായി നിസ്കരിക്കാനുള്ള സാഹചര്യം അവന്റെ മുന്നിൽ പ്രയാസം എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും. വളരെ സൂക്ഷിക്കുന്ന ആളുകൾ ഏകദേശം ഒരു 2-3 വഖത്തൊക്കെ ജമാഅത്തായി നിസ്കരിച്ചെന്ന് വരും. ഇങ്ങനെയുള്ളത് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് 5 വഖത്തിലും നിസ്കരിക്കുന്ന ഈ മക്കള് റബ്ബിർഹമ്മുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ചുരുങ്ങിയത് ദ്വാരക്കുമല്ലോ. ഈ ദ്വാ ഈ മകൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ ബാപ്പാക്കും ഉമ്മാക്കും കിട്ടിക്കൊണ്ടിരിക്കല്ലേ. ഇതൊന്നും അറിയാത്ത ഈ ജാഹില് ഈ ചെക്കനെ കൊണ്ടുപോയിട്ട് ഒരു എഞ്ചിനീയർ ആക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു അധ്യാപകനാക്കി ഒരു മാസ്റ്റർ ആക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു, അതല്ലെങ്കിൽ ഒരു കണക്കപ്പുള്ള, അതല്ലെങ്കിൽ ഒരു ക്ലർക്കോ ഒക്കെ ആക്കിയാൽ രക്ഷപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കുന്ന ജാഹിലാണ് ഈ വാപ്പ എന്ന് പറയുന്ന നമുക്ക്. എന്നെ പറയണത്, നമുക്ക് എന്ന് പറയുന്ന ആളെ പറ്റി ചീത്ത അറിയണല്ല, മോഡൻ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ അറിയണ്ട അയാൾ ചീത്ത അറിഞ്ഞെന്ന്. മോഡൻ അറിയിലും വലിയ മോഡത്തരുണ്ടോ? കുട്ടികള് ഇൽമു പഠിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തും പരലോകത്തും കിട്ടുന്ന ഏറ്റവും വലിയൊരു ഹൈറാണ്. അങ്ങനെ നമ്മൾ നിർബന്ധിക്കേണ്ടടുത്ത് കുട്ടി സ്വയം തയ്യാറായിട്ട് ആ കുട്ടിയോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന വാപ്പക്ക് യഥാർത്ഥത്തിൽ വിവരമില്ലാത്ത ജാഹിലിന്റെ അപ്പുറത്തുള്ള ഹംക്കത്തരമാണ്. അത് പിന്നീട് അവന് മനസ്സിലായിക്കോളും, ഇപ്പൊ സാരാക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? കുട്ടി മുക്കല്ലഫാണ്. കുട്ടി ഇൽമിന്റെ മാർഗം തെരഞ്ഞെടുത്താൽ ആ മാർഗത്തിലേക്ക് അവന് പോകാവുന്നതാണ്. അസ്സലാമു അലൈക്കും. കേൾക്കുമെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ ഉസ്താദെ? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇമാം നിസ്കരിച്ചുകൊണ്ട് 4 റക്അത്തിൽ മാമൂമായ മനുഷ്യൻ 2 റക്അത്ത് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. എന്നാൽ ഇമാമിന്റെ അവസാനത്തെ റക്അത്തിൽ ഫുള്ളായിട്ട് അത്തഹിയ്യാത്ത് ഓതുന്നു. ഈ മാമൂമായ മനുഷ്യന് 2 റക്അത്താണ് കിട്ടുന്നത്. അവന്റെ 2 റക്അത്തിന്റെ അത്തഹിയ്യാത്ത്, ആദ്യത്തെ അത്തഹിയ്യാത്താണ് കിട്ടുന്നത്. ഈ അത്തഹിയ്യാത്ത് ഫുള്ളായിട്ട് മാമൂം ഓതണോ എന്നുള്ളതൊരു വിശദീകരിക്കണം സാർ. ഇമാമ് 2 റക്അത്ത് കഴിഞ്ഞതിന് ശേഷം വന്ന് തുടർന്ന മഅ്മൂമ് ഇമാമിന്റെ കൂടെ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് ഇമാമിന്റെ അവസാനത്തെ അത്തഹിയ്യാത്തും മഅ്മൂമിനെ സംബന്ധിച്ച് ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെയും സമയമാണ്. ആ സമയത്ത് മഅ്മൂമ് മസീഹ് ദജ്ജാൽ വരെയുള്ള പൂർണ്ണമായതും ഓതണോ എന്നാ ചോദ്യം. അതേ പൂർണ്ണമായ ഓതൽ സുന്നത്താവുന്നു. ശരിയല്ലേ? പൂർണ്ണമായ ഓതൽ സുന്നത്താകുന്നു. അപ്പോ ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
കുടുംബത്തിന്റെ മേൽ സലാത്ത് ചെല്ലല് കറാത്താണെന്നും സഹീന്റെ സുജൂദ് വേണം എന്നൊക്കെ പറയുന്നല്ലോ, അത് ഒറ്റക്ക് നിസ്കരിക്കുകയോ ഇമാമോ ആണെങ്കിലാണ് പറഞ്ഞത്. മൗമൂമ് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇമാമിന്റെ ഒടുവിൽ അത്തയ്യാത്ത് ഈ മൗമൂമിന്റെ ആദ്യത്തെ അത്തയ്യാത്തിന്റെ സമയമായി വന്നു. ഉദാഹരണം 2-ാം റക്അത്ത് കഴിഞ്ഞതിന് ശേഷം തുടർന്ന് 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ മൗമൂമിന്റെ 2-ാം റക്അത്തിലെ അത്തയ്യാത്തും ഇമാമിന്റെ അവസാനത്തെ അത്തയ്യാത്തും ഒപ്പാ വരിക. അവിടെ ഈ മൗമൂമ് ഇമാമിനോട് തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് മസീഹ് ദജ്ജാൽ വരെ ഓതൽ സുന്നത്താവുന്നു. ഓക്കെ, എന്നോട് ചോദ്യമുണ്ട് ഉസ്താദെ. ഇമാം നിന്ന മനുഷ്യന് കൈകെട്ടിയതിന് ഇമാം നിയത്ത് വെച്ച് കൈകെട്ടിയതിന് ശേഷം ഇമാമിന്റെ നിയത്തിൽ സംശയം വന്നു, എന്നാൽ ഈ അവസ്ഥ എന്ത് പറ്റുമെന്നുള്ളത് മാമും ഉണ്ടല്ല, അതുകൊണ്ട് എന്താണ്? ഇമാമ് തക്ബീർ കെട്ടിയതിന് ശേഷം നിയ്യത്ത് സംബന്ധമായി സംശയം വന്നാൽ പെട്ടെന്ന് ഓർമ്മ വരികയാണെങ്കിൽ കുഴപ്പമില്ല. പെട്ടെന്ന് ഓർമ്മ വരാതിരിക്കുകയോ അടുത്ത ഫർദിലേക്ക് സംശയത്തോടു കൂടി നീങ്ങുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രണ്ടാമത് നിയ്യത്ത് ശരിയായ നിലക്ക് വെച്ച് രണ്ടാമത് തക്ബീർ കെട്ടണം. അപ്പോ വലിയ പള്ളിയാണ്, ധാരാളം ആളുകളുണ്ട്. രണ്ടാമത് നിയ്യത്ത് ശരിയാക്കി തക്ബീറത്തുൽ ഇഹ്റാം ഉച്ചത്തിൽ ചെല്ലിയാൽ ആളുകൾ ആകെ കൺഫ്യൂഷനാകും. അതിന് മാത്രം ആളുകളുള്ള വലിയ പള്ളിയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിയ്യത്ത് ചെയ്ത് ശബ്ദം ഉയർത്താതെ സിറായിട്ട് തക്ബീർ ചൊല്ലണം എന്നാണ് ഇമാമിയങ്ങൾ പറഞ്ഞത്. അതേ സമയത്ത് കുറഞ്ഞ ആളുകളുള്ളൂ, അവർക്ക് കൺഫ്യൂഷൻ ഒന്നും വരാനില്ല എന്ന് കണ്ടാൽ അവിടെ സാധാരണ പോലെ തന്നെ നിയ്യത്ത് ചെയ്ത് ജഹറായി തന്നെ തക്ബീറത്തുൽ ഇഹ്റാം മടക്കി ചെല്ലണം. അപ്പൊ ആദ്യം കെട്ടിയവരോ ഓരോ അങ്ങനെ ചെയ്തോട്ടെ. അതേസമയത്ത് വലിയ പള്ളിയാണ്, ഒരുപാട് ആളുകളുണ്ട്, ആളുകൾ ആകെ കൺഫ്യൂഷനായി പ്രശ്നമാവും എന്ന് കാണുന്ന സാഹചര്യത്തിൽ നിയ്യത്ത് ചെയ്ത് പതുക്കെ ജഹറാക്കാതെ പതുക്കെ തക്ബീർ ചൊല്ലണം. ഏതായാലും രണ്ടാമത് നിയ്യത്ത് പുതുക്കി തക്ബീർ ചൊല്ലണം, അല്ല ഞാൻ നിസ്കാരം മാത്രമാവുന്ന ഉറപ്പ്. ആ നിസ്കാരം ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട മാർഗമാണ്. പക്ഷേ കുറഞ്ഞ ആളുകളൊക്കെ ഉള്ളെങ്കിൽ സാധാരണ പോലെ തന്നെ ജഹറാക്കി തന്നെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. തോന്നെ ആളുണ്ടെങ്കിൽ സിറായി കെട്ടിയാൽ മതി. അപ്പൊ ഓരോ നിസ്കാരം വാഹിർ അനുസരിച്ച് ആദ്യത്തെ നിസ്കാരം സഹിയാണെന്ന നിലക്ക് അവര് തുടർന്നതായതുകൊണ്ട് അവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ മൈക്കിൽ വന്ന് സമയമില്ല, പി എം വന്ന് വിഷമമുള്ളൊരു പി എം, അതുകൊണ്ടാണ് മൈക്കിൽ വന്നത്. അസ്സലാമു അലൈക്കും. അബുആദിൽ എന്നുള്ള ഐഡിന്ന് അയച്ചതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ മൂത്താപ്പയുടെ മകൻ ആക്സിഡന്റ് പറ്റി വളരെ കഷ്ടപ്പെടുകയാണ്. നട്ടെല്ലിന്റെ നടുവിനാണ് പ്രശ്നം. ഡോക്ടർമാർ പ്രതീക്ഷയില്ല. എല്ലാം ശരിയാവാൻ ദുആ ചെയ്യുവാൻ ഉസ്താദിനോട് ഒന്ന് പറയാമോ? കുടുംബനാഥനാണ്. പ്രായമായ ഉപ്പയും ഉമ്മയും, അവർക്ക് 2 അനിയന്മാർ, 2 പേർക്കും സുഖമില്ലാത്തവർ. ഒരാൾ മാനസിക രോഗിയും ആണ്, ഒരാൾ ആസ്മ രോഗിയുമാണ്. അങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ കുടുംബനാഥനായിരുന്നു, അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി. ഇപ്പോൾ നട്ടെല്ലിന്റെ നടുവിന് പ്രശ്നമാണ്. ഡോക്ടർമാർ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു ഉസ്താദിനോട്. ഞാൻ അത് അറിയിക്കാൻ വേണ്ടിയാണ് മൈക്കിൽ വന്ന് ഞാൻ പോവാണ്. നിസ്കാരത്തിന് ടൈമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് ഈ പരിശുദ്ധമായ ബറാത്ത് രാവിന്റെ അള്ളാഹു ആദരിച്ച മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ടും ഹക്കുകൊണ്ടും അല്ലാഹു തആല സഹോദരന്റെ രോഗം അത്ഭുതകരമായി ശിഫയാക്കി രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. വലിയ പരീക്ഷണം നേരിടുന്ന വിഷമകരമായ ഒരു കുടുംബത്തിൽ ഒരുപാട് രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകളുടെ അത്താണിയായിരുന്ന ആ സഹോദരൻ നട്ടെല്ലിന് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലാണ്. റഹ്മാനായ റബ്ബേ, ഹബീബായ മുത്തു മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ടും
ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ തങ്ങളുടെ കറാമത്ത് കൊണ്ടും ആ സഹോദരന്റെ ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞാലും മഹാന്മാരുടെ കറാമത്തും കൊണ്ട് നീ അത്ഭുതകരമായി ആ സഹോദരനെ നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. നീ പൂർണ്ണമായ ശിഫ അത്ഭുതകരമായ നിലക്ക് ഡോക്ടർമാരെയും വൈദ്യശാസ്ത്രത്തെയും അമ്പരിപ്പിക്കുന്ന നിലക്ക് നിന്റെ മഹത്തുക്കളുടെ കറാമത്ത് കൊണ്ട് നീ ആ സഹോദരനും അവരുടെ കുടുംബത്തിനും പൂർണ്ണമായ സലാമത്തും ആഫിയത്തും എളുപ്പമാക്കി നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ വേറൊരാൾ ഉപ്പാക്ക് അറ്റാക്ക് ആണെന്ന് അറിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ക്ലാസ്സിന് മുടക്കം വരണ്ട എന്നുള്ള നിലക്ക. ഉപ്പ അറ്റാക്കായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, പ്രത്യേകം ദുആ ചെയ്യണം, മറ്റുള്ളവരോട് ദുആ ചെയ്യാനും പറയണം എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറ്റാക്കായ ആ പിതാവിന്റെ രോഗം എളുപ്പത്തിൽ ശിഫയാക്കുമാറാകട്ടെ. അതിന് എന്ത് ചികിത്സാ രീതിയാണോ സ്വീകരിക്കേണ്ടത് ആ മാർഗം ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ മുന്നിൽ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയും അതിലേക്കുള്ള വഴി എളുപ്പമാക്കുകയും ശിഫ എളുപ്പത്തിൽ അല്ലാഹു തആല കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹു തആല സലാമത്തും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആളുകളൊക്കെ കൈയോക്കി വെറുതെ നിൽക്കുക. കുറെ ആളുകളുണ്ടല്ലോ, വേഗം മുകളിലുള്ള ആളുകൾ എടുക്കുന്നില്ലെങ്കിൽ അടുത്ത ആൾ എടുത്തോളി, അല്ലെങ്കിൽ ഞാൻ ഇപ്പം മതിയാക്കി ഇത് പറഞ്ഞ് വേഗം പോകും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദെ, എനിക്ക് ചോദിക്കാനുള്ളത്, ലാസ്റ്റത്തെ തഹിയ്യാത്തിൽ പ്രത്യേകിച്ചും ഗൾഫിൽ പല പള്ളികളിലും അവര് മജീദ് വരെ ഓതാറുള്ളൂ. അപ്പോ ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ജുമാ നമസ്കാരങ്ങളിൽ ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാലും നമുക്ക് ഇരുന്നിട്ട് മസീഹ് ദജ്ജാൽ വരെ ഓതി തീർക്കാമോ? അത് അനുവദനീയമാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ. ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ മഅ്മൂമിന്റെ അത്തഹിയ്യാത്ത് ഓതി പൂർത്തിയായിട്ടില്ലെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന്റെ അത്തഹിയ്യാത്ത് പൂർണ്ണമായും പൂർത്തിയാക്കിയതിന് ശേഷം സലാം വീട്ടിയാൽ മതി. പൂർത്തിയാക്കൽ സുന്നത്താണ്. ഇമാമ് സലാം വീട്ടലോടുകൂടി ഇമാമുമായി കൊണ്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പിന്നീട് മഅ്മൂമ് സ്വതന്ത്രനാണ്. അതുകൊണ്ട് അവൻ മസീഹ് ദജ്ജാൽ വരെയുള്ള സ്വലാത്തും ദുആവും ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം സലാം വീട്ടിയാൽ മതി. അത് സലാം വീട്ടൽ ജായിസാണെന്നല്ല, സുന്നത്ത് കൂടിയാണ് അത് പൂർത്തിയാക്കി സലാം വീട്ടൽ. എന്നാൽ ഇമാമിന്റെ അവസാനത്തെ അത്തഹിയ്യാത്തും മഅ്മൂമിന്റെ ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെ സ്ഥലമോ അല്ലെങ്കിൽ മഅ്മൂമിന്റെ ഇരുത്തത്തിന്റെ സ്ഥലമോ അല്ലാത്ത സ്ഥലമാണെങ്കിൽ ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഉടനെ എഴുന്നേൽക്കൽ നിർബന്ധമാണ്. അവിടെ തുടർന്നിരിക്കാൻ പാടില്ല. അത് രണ്ടും വേറിച്ച് മനസ്സിലാക്കുക. ഉദാഹരണം നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ 3 റക്അത്തിൽ തുടർന്ന ആള് ഇമാമിന്റെ 4 റക്അത്തിൽ ഒടുവിൽ അത്തഹിയ്യാത്ത, മഅ്മൂമിന് ആദ്യത്തെ അത്തഹിയ്യാത്തും. എന്നാൽ ഇമാം സലാം വീട്ടുകളും ഇവന് അത്തഹിയ്യാത്ത് ഓതി പൂർത്തിയാക്കാം. പക്ഷെ ഇവൻ ഇമാം സലാം വീട്ടുമ്പം ഇവൻ അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു തുടങ്ങാണ്. എന്നാ പിന്നെ ഇമാം സലാം വീട്ടിയാൽ ഉടനെ എഴുന്നേൽക്കണം, പൂർത്തിയാക്കാൻ വേണ്ടി ഇരിക്കാൻ പാടില്ല. അതേസമയത്ത് ഇമാമിന്റെയും മഅ്മൂമിന്റെയും അവസാനത്തെ അത്തഹിയ്യാത്ത് തന്നെയാണ്. പക്ഷേ ചില ഇമാമിങ്ങൾ ധൃതിയിൽ അത്തഹിയ്യാത്ത് ഓതി തീർക്കുന്നത് കൊണ്ട് മഅ്മൂമ് അത്തഹിയ്യാത്ത് ഓതി പൂർത്തിയാവുന്നതിന് മുമ്പ് ഇമാമ് സലാം വീട്ടിയാൽ അവന്റെ അത്തഹിയ്യാത്ത് പൂർണ്ണമായി ഓതി സ്വലാത്തും ദുആവും ഒക്കെ ചൊല്ലിയതിനു ശേഷം സലാം വീട്ടിയാൽ മതി. അത് സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് എടുക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് എടുത്തു പോയതാണ്. ഉസ്താദ്, എനിക്ക് അറിയാത്തൊരു സംശയമാണ്. അതായത് ഇപ്പൊ ഇന്ന് നമ്മൾ ബറാഅത്തില് ഓതുള്ളൊരു യാസീന് എന്താണ് ദീർഘായുസ്സിന് വേണ്ടിയുള്ളതാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്താണ് ജീവിപ്പിക്കുമ്പോൾ, അതായത് നമ്മൾ പ്രസവിച്ചു വരുമ്പോ തന്നെ നമുക്ക് ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടോ? ഇത്ര ആയുസ്സേ ജീവിക്കുള്ളൂ എന്ന് അറിയാത്തോണ്ടുള്ളൊരു ചോദ്യമാണ്.
അപ്പൊ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ യാസീന് കൊണ്ടുള്ള ഗുണം അത് എന്താണെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞാൽ കാട്ട, ഇപ്പൊ കുറച്ചു നേരത്തല്ലേ ഹബീബ് അതിനെ പറ്റി വിശദമായി പറഞ്ഞത്? നിങ്ങളൊക്കെ എവിടെ ഉണ്ടായില്ലേ? ഇപ്പോ ചോദ്യോത്തരത്തിൽ നമ്മളെ സലാം സുഹരി അത് സംബന്ധമായി ചോദിക്കുകയും വിശദമായി തന്നെ അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തു. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് കയറി വന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിലെത്തിയില്ലെങ്കിൽ ചോദ്യോത്തരത്തിന്റെ സമയത്തെങ്കിലും എത്തണ്ടേ? അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേറൊരുത്തം വന്നിട്ട് പിന്നെ ചോദിച്ചാൽ അതിനും പറയുന്നേ. അവര് നിളാമിന്റെ മാർഗമല്ല. എല്ലാം അല്ലാഹു തആല ഖളാക്കുന്നത് തന്നെ. യാസീൻ ഓതിയാൽ അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നതും അല്ലാഹുവിന്റെ ഖളാ ആണ്. ഒരു മനുഷ്യൻ എത്ര കാലം ജീവിക്കും എന്നതും അല്ലാഹുവിന്റെ ഖളാ ആണ്. അതൊക്കെ വിശദമായി നേരത്തെ പറഞ്ഞല്ലോ. കള്ളുടിച്ചാൽ നരകത്ത് പോകും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖളാ ആണ്. വ്യഭിചരിച്ചാൽ നരകത്ത് പോകുന്ന പറയുന്നത് അള്ളാന്റെ ഖളാ ആണ്. നിസ്കരിച്ചാൽ സ്വർഗത്ത് പോകുന്ന പറഞ്ഞാൽ അള്ളാന്റെ ഖളാ ആണ്. നോമ്പ് വെച്ചാൽ സ്വർഗത്ത് പോകുന്ന പറയുന്നത് അള്ളാന്റെ ഖളാ ആണ്. എന്നിട്ടോ കള്ളുടിച്ചവനും വ്യഭിചരിച്ചവനും തൗബ ചെയ്താലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയുന്നത് അതും അള്ളാന്റെ ഖളാ തന്നെയല്ലേ? അപ്പൊ പിന്നെ അള്ളാഹു തആല വ്യഭിചരിച്ചവൻ നരകത്ത് പോകും, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തവൻ നരകത്ത് പോകും എന്ന് പറഞ്ഞ് പിന്നെ തൗബ ചെയ്തിട്ട് എന്താന്ന് ചോദിക്കാൻ അതിന് എന്താ വായന? അതായത് ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് നോക്കണ്ടേ, നോ അഡ്മിഷൻ എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ? നോ അഡ്മിഷൻ എന്ന് ബോർഡ് എഴുതിച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചെന്നാൽ അതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ പോസ്റ്റ് മാസ്റ്ററും ഉണ്ട്, വേറെ 2-3 ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇയാൾ ചോദിക്കുക അതിന്റെ ഉള്ളിൽ കിടക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അതെ, പിന്നെ നിങ്ങൾ എങ്ങനെ കിടന്ന്? അനുവാദം ഇല്ലാതെ കിടക്കാൻ പാടില്ല എന്നാ പറഞ്ഞതേ. അതവിടെ എഴുതി വെച്ചോളന്നില്ല. നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ അത് കൂട്ടി പറഞ്ഞോളന്നില്ല. എല്ലായിടത്തും നോ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ മതി. വ്യഭിചരിച്ചാൽ നരകത്തിൽ പോവും, കൊലപാതകം നടത്തിയാൽ നരകത്ത് പോവും, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ പറഞ്ഞോളന്നില്ല. കാരണം എന്താ? നബി തങ്ങൾ പറഞ്ഞു മൽ മുസ്ലിം അനിയത്തബ, എന്ത് തെറ്റ് ചെയ്തോനും തൗബ ചെയ്താൽ പിന്നെ അവൻ പാവിയല്ല. നിസ്കാരം അല്ലാഹു തആല ഫർളാക്കി. നിസ്കരിച്ചവന് സ്വർഗം കിട്ടും, നിസ്കരിക്കാത്തവനോ നരകം കിട്ടും. നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ പിന്നെ തൗബ ചെയ്ത് തുടങ്ങിയാലോ ഓന് നരകം കിട്ടുമോ? നിങ്ങൾ എന്തായി വിചാരിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖളാ ആക്കിയ കൂട്ടത്തിൽ ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് ലഭിക്കും, ഇന്ന കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത് ലഭിക്കും എന്നുണ്ടാവും. അതിൽ നിങ്ങൾ യാസീൻ ഓതിയാൽ ഇന്നത് ലഭിക്കുന്നുണ്ടാവും. നിങ്ങൾ ഓതിയാൽ കിട്ടും, ഓതിയിട്ടില്ലെങ്കിൽ കിട്ടൂല. അള്ളാന്റെ ഖളാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ ഖളാവിനെ സംബന്ധിച്ച്. ഒരാൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഖളാ, അതായത് ഒരു ഒട്ടകത്തെ മേയ്ക്കുന്നു, ഒരു ഭാഗത്ത് നല്ലോണം വൃക്ഷങ്ങളും സസ്യങ്ങളും പുല്ലും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്, ഒന്ന് അതില്ലാത്ത സ്ഥലമുണ്ട്. ഒരാള് നന്നായി പുല്ലും ചെടികളും വൃക്ഷങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് തന്റെ ഒട്ടകത്തെ മേച്ചാൽ അത് അള്ളാഹുവിന്റെ ഖളാ അല്ലേ? അതെ. നേരെ മറിച്ച് ഒന്നുമില്ലാത്ത ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മേച്ച് അതും അള്ളാഹുവിന്റെ ഖളാ അല്ലേ? അതെ. എന്നാ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് മേച്ചാൽ പട്ടിണിയാ ഒട്ടകം, എല്ലാം ഉള്ള സ്ഥലത്ത് മേച്ചാല് ഒട്ടകത്തിന് നല്ല സമൃദ്ധി വരും, ആരോഗ്യവും തടിയും കൊഴുപ്പും ഒക്കെ ഉണ്ടാവും. ഇപ്പുറത്ത് മേച്ചും അള്ളാഹുവിന്റെ ഖളാ ആണ്, അപ്പുറത്ത് മേച്ചും അള്ളാഹുവിന്റെ ഖളാ ആണ് എന്നതുപോലെ തെറ്റ് ചെയ്താൽ നരകത്ത് പോകും തൗബ ചെയ്തില്ലെങ്കിൽ, നല്ലത് ചെയ്താൽ സ്വർഗത്ത് പോകും അത് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ വേറെ വന്നിട്ടില്ലെങ്കിൽ എന്നതുപോലെ ബറാത്തിന്റെ യാസീൻ ഓതിയാൽ ഐശ്വര്യമുണ്ടാകും, ആയുസ്സിൽ ദൈർഘ്യം നിൽക്കും. ഓതാഞ്ഞാൽ കിട്ടൂല, അത് അള്ളാന്റെ ഖളാ തന്നെയല്ലേ? അപ്പൊ ഓതിയോൽക്കത് കിട്ടും, ഓതാത്തോൽക്ക് കിട്ടൂല. അള്ളാന്റെ ഖളാ എന്ന് പറഞ്ഞാൽ ഒന്നാണ് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹുവിന്റെ ഖളാ വിശദമായതാണ്. അത് മനസ്സിലാക്കാനുള്ള ഇൽമ് ആദ്യം ഉണ്ടാകണം. ഈ ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ. അത് ഓരോ മനുഷ്യനും 4-ാം മാസത്തിൽ റൂഹ് എഴുതുന്ന സമയത്ത് അവനവന്റെ റെക്കോർഡിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഉണ്ട് ഈ രണ്ടും, കള്ളുടിച്ച നരകത്ത് പോകുന്നു, തൗബ ചെയ്താൽ രക്ഷപ്പെടുന്നു.
നിസ്കരിച്ച സ്വർഗം കിട്ടുന്നു, നിസ്കാരം ഉപേക്ഷിച്ചവന് നരകണ്ടെന്നും, പക്ഷെ ആ നിസ്കാരം ഉപേക്ഷിച്ചവൻ തൗബ ചെയ്താൽ രണ്ടാമത് ആ നരകത്തിൽ രക്ഷപ്പെടുന്നു. അതുമൊക്കെ ഇതിലുണ്ട്. അതെ, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ ചെറിയ ജോലിയിലായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ ചോദ്യം കേട്ടിട്ടുണ്ടായില്ല. ക്ലാസ്സിൽ തന്നെ കുറച്ചു നേരം ഉണ്ടായിരുന്നു. ഞാനിതുപോലെ ഈ ഗസ്റ്റ് ഹൗസിലൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ജോലി ഏത് സമയം വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കാനാണ് രണ്ടാമത് മൈക്കെടുത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഈ ചെയറിട്ട് നിസ്കരിക്കണമാണ് എനിക്ക് PM വന്നൊരു ചോദ്യമാണ്. എനിക്കും ചോദിക്കേണ്ട ചോദ്യം തന്നെയായിരുന്നു, അതുകൊണ്ട് ചോദിക്കാണ്. സാധാരണ പള്ളിയിൽ ചെല്ലുമ്പോൾ ചെയറിട്ട് നിസ്കരിക്കണമാണ്. അപ്പൊ ചെയറിട്ട് നിസ്കരിക്കുന്നവര്, കാരണം അവര് എഴുന്നേറ്റ് നിൽക്കാറുണ്ട്, സുജൂദിൽ പോവാതെ ഇരിക്കാറാണ് പതിവ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സഫ് എങ്ങനെയാണ് ഒപ്പിച്ച് നിൽക്കേണ്ടത്? പിന്നെ കൂടുതൽ സമയവും എന്താന്ന് വെച്ചാൽ ചില ചെയറുകൾ കിടക്കണം സഫിന്റെ നടുക്കിലായിരിക്കും. അപ്പൊ പുറകിൽ നിൽക്കുന്നവർക്ക് സുജൂദിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പുറകില് അങ്ങനെ വന്ന് പെട്ടുപോണ ഒരു മങ്ങും എന്താണ് ചെയ്യേണ്ടത്? രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന് മറ്റേ സഫ് എങ്ങനെയാണ് നിൽക്കട്ടെ എന്നുള്ളത് ചെയർ ഇട്ട് നിസ്കരിക്കുമ്പോൾ. രണ്ടാമത്തത് ചെയറിന് പിന്നിൽ സുജൂദ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അസ്സലാമു അലൈക്കും. സൊഫ് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവര് ആളുടെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ടാണ് സൊഫ് നിൽക്കേണ്ട സമയത്ത് വ്യത്യാസം ഉണ്ടാവും. അതായത് നൃത്തത്തിന്റെ സമയത്തും റുക്കുവിന്റെ സമയത്തും ഒക്കെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. പക്ഷേ മുട്ടിനോ അരക്കെട്ടിനോ തകരാറുള്ളത് കൊണ്ട് സുജൂദ് പോകാൻ പറ്റാത്ത ആളാണ് എങ്കിൽ അയാള് മടമ്പൊപ്പിച്ച് സാധാരണ സൊഫിന് സമമായി തന്നെ നിൽക്കണം. കാരണം എന്താ, നിസ്കരിക്കുന്നതിന് അയാൾക്ക് കുഴപ്പമില്ല, റുക്കൂ ചെയ്യുന്നതിനും കുഴപ്പമില്ല. സുജൂദ് ചെയ്യുന്ന സമയത്ത് സുജൂദിലേക്ക് മടങ്ങാൻ പറ്റാത്ത എന്തോ രോഗമുള്ളത് കൊണ്ടാണെങ്കിൽ അയാൾ സൊഫിൽ മടമ്പൊപ്പിച്ച് സൊഫിനൊപ്പം തന്നെ നിൽക്കേണ്ടതാണ്. അതല്ല, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ആളാണ്, എന്നാൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആള് സൊഫൊപ്പിക്കേണ്ടത് അരക്കെട്ട് കൊണ്ടാണ്. അപ്പോൾ ഇയാൾ ഇരിക്കുന്ന അരക്കെട്ട് സൊഫിനൊപ്പം വരുന്ന നിലക്കാണ് കസാരയിട്ട് ഇരിക്കേണ്ടത്. സൊഫിന്റെ നടുവിലേക്ക് ഇട്ടുകാണ്ട് കസാര ഇട്ട് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ എപ്പോഴും വരുന്നില്ല. ഈ രണ്ട് രീതി ഉണ്ടാവുള്ളല്ലോ. ഒരുപക്ഷെ നിൽക്കാൻ കഴിയും, സുജൂദക്ക് പോകാൻ പറ്റാത്ത ആള്. അതെല്ലാം നിൽക്കാൻ കഴിയില്ല, ഇരിക്കാനേ കഴിയുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്നവൻ അരക്കെട്ട് കൊണ്ടും നിൽക്കുന്നവൻ കാലിന്റെ മടമ്പ് കൊണ്ടുമാണ് സൊഫിനൊപ്പിക്കേണ്ടത്. ആ നിലക്ക് കണക്കാക്കിയിട്ട് കസാര ഇടുകയാണ് വേണ്ടത്. ഇനി വിവരമില്ലാത്ത ഒരാള് നടുക്ക് കസാര ഇട്ട് അതിന്റെ ബേക്ക് കുടുങ്ങിയ ആള് കസാലിന്റെ കാലിന്റെ ഇടയിൽ കൂടെ സുജൂദ് ചെയ്തൂടെ? ഇനി അതിന് പറ്റൂലെങ്കിൽ അയാള് നൃത്തം സുഫിന്റെ ഒപ്പം തന്നെ നിൽക്കുക, റുക്കൂലും ഒപ്പം തന്നെ നിൽക്കുക. സുജൂദ് ചെയ്യാൻ മാത്രം പ്രയാസം ഉണ്ടെങ്കിൽ സുജൂദിന് വേണ്ടി അല്പം പിന്നോട്ട് മാറി നിന്നിട്ട് സുജൂദ് ചെയ്യാം. ഉസ്താദെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദ്യമാണ്. കാരണം ഞാൻ പലപ്പോഴും പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ കസേരയിട്ട് നിസ്കരിക്കുന്ന ആളുകൾ ഓൾറെഡി കസേര കൊണ്ടുവന്നിട്ട്, അതായത് സഫിന്റെ ഒരറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ട് അവര് നിസ്കാരം തുടങ്ങും. അപ്പോ നിന്ന് നിസ്കരിക്കുന്നവരും ഈ കസേരയിട്ട് നിസ്കരിക്കുന്നവരും തമ്മില് ഒരുപാട് ആളുകൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാകും. അത് പിന്നെ നിസ്കാരം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ആ സ്ഥലം വന്നിട്ട് ആളുകൾ വന്ന് നിന്ന് നിറഞ്ഞു പോണത്. ഇത് അനുവദനീയമാണോ? അസ്സലാമു അലൈക്കും. ഒറ്റയ്ക്ക് നിൽക്കൽ കറാത്ത അനുവദനീയാണോന്ന് വെച്ചാൽ ഹറാമാവൊന്നുമില്ല, നിസ്കാരം പാത്തിലാവൂല, സുന്നത്തായ രീതിയല്ലാണ്. ഞങ്ങൾ കുറച്ച് വെള്ളി ക്ലാസ് എടുത്താണ് ചോദിച്ചോന്നറിയില്ല. ഇന്ന് ബറാത്തിന്റെ യാസീന് പല ആളുകളും പറയാനുണ്ട് അസറിന് ശേഷമാണ് ഓടേണ്ടത്.
അപ്പോഴാണ് ബറാത്തിലാവുന്നവർക്ക് മഴയ്ക്ക് ശേഷമാണെന്ന് പറയുന്നുള്ളത്. എപ്പോഴാണ് അതിന്റെ യഥാർത്ഥ സമയം എന്ന് പറഞ്ഞാൽ തർക്കമില്ല. മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ്ട. ചോദിച്ചത് ക്ഷമ ചോദിക്കുന്നു. ദുആ ചെയ്യണം എന്ന് യാത്രയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മയക്കുന്ന എന്തൊക്കെയോ കൂക്കുമ്പടിയും ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. യാസീൻ ഓതേണ്ടതും ഉത്തമമായത് മഗ്‌രിബിന്റെ ശേഷമാണ്. മഗ്‌രിബ് മുതൽ സുബഹി ആണേന്റെ ഇടയ്ക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ്. കാരണം ബറാത്ത് രാവിന്റെ പ്രത്യേകതകൾ ഹദീസുകളിലൊക്കെ വന്നത് മഗ്‌രിബ് മുതൽ ഫജ്ർ വെളിവാവുന്നത് വരെ അതിന്റെ സമയമുണ്ട് എന്നാണ്. അപ്പൊ അത് മഗ്‌രിബ് മുതൽക്ക് സുബഹി ആണേന്റെ ഇടയ്ക്ക് എപ്പോഴും ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് മഗ്‌രിബായ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. എന്നാൽ ചില മുൻഗാമികളായ ആളുകൾ അസറിന്റെ ശേഷം തന്നെ ചെയ്ത് കാണാം. അത് തെറ്റാണെന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ അതാണ് ഉത്തമം എന്ന് പറയാൻ അതിനും വഴിയില്ല. അങ്ങനെയും ആവാം. കാരണം എന്താന്ന് വെച്ചാല് രാവും പകലും നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്താനും രേഖപ്പെടുത്താനുമുള്ള പ്രത്യേക മലായിക്കത്തുണ്ട്. നയതാഖബൂന ഫീക്കും മലായിക്കത്തും ബില്ലൈലി വ മലായിക്കത്തും ബിന്നഹാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. ഒരു വിഭാഗം മലായിക്കത്ത് പകലും മറ്റൊരു വിഭാഗം മലായിക്കത്ത് രാത്രിയും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ സുബഹി നിസ്കാരത്തിലും അസർ നിസ്കാരത്തിലും ഈ രണ്ട് വിഭാഗങ്ങളും ഒന്നിച്ചൊരുമിച്ച് കൂടും. പകൽ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മലായിക്കത്ത് അസർ നിസ്കാരത്തിലെ ജമാഅത്ത് കഴിഞ്ഞാൽ അവർ ആനലോകത്തേക്ക് ഉയർന്നു പോകും. രാത്രി ഡ്യൂട്ടിക്കുള്ള മലായിക്കത്ത് അസറിന്റെ സമയത്ത് ഇറങ്ങി വരികയും അസർ ജമാഅത്ത് കഴിഞ്ഞാൽ അവർ ഡ്യൂട്ടിയിൽ ഇറങ്ങുകയും ചെയ്യും. അത് സുബഹി വരെ നീണ്ടു നിൽക്കുകയും സുബഹി നിസ്കാരത്തിൽ രണ്ടു വിഭാഗം ഒരുമിച്ച് കൂടുകയും സുബഹി ജമാഅത്ത് കഴിഞ്ഞാൽ രാത്രി ഡ്യൂട്ടി ഉണ്ടാകുന്നവർ ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയും പകൽ ഡ്യൂട്ടിക്കുള്ള ആളുകൾ ഡ്യൂട്ടിയിൽ ഇറങ്ങുകയും ചെയ്യും. ഈ അടിസ്ഥാനം വെച്ചാൽ രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന മലായിക്കത്ത് അസർ നിസ്കാരത്തിന്റെ ശേഷം അവര് പ്രവർത്തന നിരതരാകുന്നു എന്നതുകൊണ്ട് രാത്രിയിൽ തന്നെ ഉള്ള കണക്ക് അവിടെ മുതൽ തന്നെ രേഖപ്പെടുത്തപ്പെടും. ആ നിലക്ക് അസറിന്റെ ശേഷവും ചില ആളുകൾ ചെയ്യുന്നു. അതുകൊണ്ട് അത് തെറ്റല്ല, അങ്ങനെയും ആവാം. പക്ഷേ ഏറ്റവും ഉത്തമം മഗ്‌രിബ് മുതൽക്ക് കഴിയുന്നത്ര നേരത്തെ ചെയ്യലാണ്. സുബഹി വരെ ചെയ്യാൻ പറ്റുമെങ്കിലും മഗ്‌രിബിന് ശേഷമാകലാണ് ഏറ്റവും നല്ലത്. അസറിന്റെ ശേഷം ചെയ്താൽ അതിന് ന്യായമുണ്ട്. മുൻഗാമികളായ പലരും അങ്ങനെ ചെയ്തിട്ടും ഉണ്ട്. അസ്സലാമു അലൈക്കും. ഉസ്താദ് ആരും വേറെ ആരും എടുത്തുകൊണ്ടില്ല, അതുകൊണ്ട് എടുത്താണ്. ഉസ്താദ് അസറിന് ശേഷം വേറെ നിസ്കാരങ്ങളില്ലെന്ന് പറയണ്ടല്ലോ. അപ്പോ ഞാനിപ്പോ എന്താ പറയാ, മുടങ്ങിപ്പോയ നിസ്കാരങ്ങള് ഓരോ ഫർദ് നിസ്കാരത്തിന്റെ ഒപ്പം ഓരോ നിസ്കാരം കൂടി കളാവിട്ട് നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ അത് അസറിന്റെ ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കളാവിട്ട് നിസ്കരിക്കുന്ന അസർ നിസ്കരിച്ചിട്ട് അസറിന്റെ ഫർദ് നിസ്കരിക്കാമോ? കാരണം അസറിന് ശേഷം നിസ്കരിക്കാൻ പാടില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഉസ്താദ് ഒന്ന് പറഞ്ഞേക്കുള്ളൂ. അസ്സലാമു അലൈക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയത് പൗതി ശരിയും പൗതി തെറ്റുമാണ്. അതായത് അസറിന്റെ ശേഷം തീരെ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല. അസറിന്റെ ശേഷം മുൻകടന്ന കാരണമില്ലാത്തതോ അല്ലെങ്കിൽ തീരെ കാരണവും വക്തും ഇല്ലാത്തതോ ആയ സുന്നത്ത് നിസ്കാരം പാടില്ല എന്ന. അപ്പൊ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് ശേഷം നിസ്കരിക്കുന്നതോട് കുഴപ്പമില്ല. അതല്ല, മുൻകടന്ന കാരണമുള്ള ഒരു നിസ്കാരം, ഉദാഹരണം അസറിന് ശേഷം ഒരാൾ പള്ളിയിൽ കയറിയ തയ്യത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ അസറിന് ശേഷം തവാഫ് ചെയ്ത് കഴിഞ്ഞ ഒരാള് അസറിന് ശേഷം അറമിന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് പുറത്തു പോയാലും ആ നിസ്കാരം നിസ്കരിക്കുക. കാരണം തവാഫ് മുൻകടന്നതിന്റെ ശേഷമുള്ള നിസ്കാരമാണ്. ഇങ്ങനെ കാരണം മുൻകടന്ന നിസ്കാരമോ വഖത്തുള്ള നിസ്കാരമോ ആണെങ്കിൽ അസറിന്റെ ശേഷം നിസ്കരിക്കുന്നതിനും കുഴപ്പമില്ല. അതിൽ പെട്ടതാണ് ഖളാ ആയ നിസ്കാരം. അതിന് വഖത്തുള്ളതാണ്. ഖളാ ആയ നിസ്കാരം അസറിന്റെ മുമ്പ് നിസ്കരിക്കുക, അസറിന്റെ ശേഷം നിസ്കരിക്കുക, അതിന് കുഴപ്പമില്ല. അപ്പൊ അസറിന് ശേഷം തീരെ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, സുബഹിന് ശേഷം തീരെ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല. മുത്ലഖ് സുന്നത്ത് അഥവാ പ്രത്യേക സമയമോ
പ്രത്യേക കാരണമോ ഇല്ലാത്ത നിസ്കാരം പാടില്ല. ഇനി കാരണം പിന്തിയ നിസ്കാരം, ഉദാഹരണം യാത്രക്ക് വേണ്ടിയുള്ള സുന്നത്ത്, ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്ത്, അതൊക്കെ കാരണം പിന്തിയത. ഇങ്ങനെ പിന്തിയ കാരണമുള്ളതോ തീരെ കാരണമോ വകത്തോ ഇല്ലാത്തതോ ആയ നിസ്കാരമാണ് അസറിന് സുബഹിന് ശേഷം പാടില്ല എന്നറിയുന്നത്. അല്ലാത്ത നിസ്കാരം സുബഹിന് ശേഷം അസറിന് ശേഷം പറ്റും. ഉദാഹരണം സുബഹിസ്കരിക്കാൻ നമ്മൾ എത്തിയപ്പോക്ക്, പള്ളിയിൽ എത്തിയപ്പോക്ക് ജമാഅത്ത് തുടങ്ങിയാണ്, ജമാഅത്ത് കൂടി, എന്നാൽ സുബഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം സുബഹിന് ശേഷം നിസ്കരിക്കുക. എന്നതുപോലെ പള്ളിക്കൽ എത്തിയപ്പോൾ അസർ ജമാഅത്ത് തുടങ്ങിയാണ്, ബേ നമ്മൾ ജമാഅത്ത് കൂടി, ജമാഅത്ത് കഴിഞ്ഞതിന്റെ ശേഷം അസറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഖളാ ആയ നിസ്കാരം അസറിന് ശേഷം സുബഹിന് ശേഷം നിസ്കരിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഉസ്താദെ, ജുമാ നിസ്കാരം 40 ആള് കൊണ്ടാണോ നിർത്തേണ്ടത്, അല്ല 4 ആള് കൊണ്ടാണോ നിർത്തേണ്ടത്? എന്നാൽ ഈ 40 ആളാണെങ്കിലും 4 ആളാണെങ്കിലും അവർക്ക് എങ്ങനെയുള്ള ആളാവണമെന്നുള്ള ഷർത്തൊന്നും ഉണ്ടോ? ഫാത്തിഹ തിരിയണോ അല്ല എങ്ങനെയുള്ള ആളാവണമെന്നുള്ള ഷർത്തൊന്നും ഉണ്ടോ എന്ന് പറയുന്നത്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രരായ നാട്ടിലെ സ്ഥിരതാമസക്കാരായ പുരുഷന്മാരായ മുസ്ലിമീങ്ങൾ 40 ആളുണ്ടാവണം എന്നതാണ് ഷാഫി മദ്ഹബ്. 40 ആള്, ഈ നിബന്ധനയൊത്ത 40 ആളിൽ കുറഞ്ഞാൽ അവിടെ വുഹു നിസ്കരിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ വിളിച്ചാൽ കേൾക്കുന്ന പരിസരത്തെ നാട്ടിൽ 40 ആള് തികഞ്ഞ ജുമ ഉണ്ടെങ്കിൽ അതിൽ പോയി കൂടി നിസ്കരിക്കുകയാണ് വേണ്ടത്. 4 ആള് എന്നത് ഷാഫി മദ്ഹബല്ല. അങ്ങനെ വേറെ ചില മദ്ഹബുകളിലൊക്കെ ഉണ്ടാവാം. ഷാഫി മദ്ഹബ് അനുസരിച്ച് 40 ആള് ഉണ്ടാവണം. അത് നാട്ടിലെ സ്ഥിരതാമസക്കാരായ പുരുഷന്മാരായ സ്വതന്ത്രരായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവരായ മുസ്ലിങ്ങളായ പുരുഷന്മാർ ആവണം. മുസാഫിർ, മുഖീമ് എന്നിവർ 40 എണ്ണാൻ പറ്റൂല. പ്രായപൂർത്തി എത്താത്തവരോ ബുദ്ധിയില്ലാത്തവരോ 40 ആളുകളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റൂല. ഓക്കെ. അപ്പോൾ ഈ 4 ആളെ കൊണ്ട് വേറെ മദ്ഹബ് കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഷാഫി നിസ്കരിക്കാമോ, ജുമാ നിസ്കരിക്കാമോ എന്നുള്ളത്? 4 ആളെ കൊണ്ട് ജുമാ നടത്തിയ സ്ഥലത്ത് ജുമാ നിസ്കരിക്കാം, എന്നാലും ളുഹർ മടക്കി നിസ്കരിക്കൽ സുന്നത്താ. ജുമാ മടക്കി നിസ്കരിക്കൽ അല്ല, ളുഹർ മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. കാരണം ഏതെങ്കിലും ഒരു സഹിയായ ഖൗൽ എടുത്തിട്ട് 4 ആളെ കൊണ്ട് ജുമാ നടത്തപ്പെട്ട സ്ഥലത്ത് ബാഹ്യമായി ജുമാ സഹിയാകുന്നുണ്ട്. ഷാഫി മദ്ഹബിനുമായിട്ടനുസരിച്ച് സഹിയാവുന്നില്ലെങ്കിലും അപ്പോ ബാഹ്യമായി സഹിയാണെന്ന് അഭിപ്രായമുള്ള ജുമായിൽ തുടർന്ന് നിസ്കരിക്കൽ സഹിയാണ്. പക്ഷേ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അങ്ങനത്തെ ജുമായിൽ പങ്കെടുത്താൽ പിന്നീട് ളുഹർ മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അസറിന് ശേഷം യാത്ര ഉൾപ്പെടുകയാണെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല. കാരണം യാത്രക്ക് വേണ്ടിയിട്ടുള്ള സുന്നത്തല്ലേ അബീബ. യാത്ര എന്ന് പറയുന്നത് പിന്നല്ലേ വരുന്നത്. പറഞ്ഞതെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? കാരണം പിന്തിയതാണെങ്കിൽ പറ്റൂല. തീരെ കാരണമില്ലാത്തത് പറ്റാത്തതുപോലെ തന്നെ കാരണം പിന്തിയതാണെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞാൽ, പിന്തുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത മലയാളം തിരിയാത്ത ആൾക്കാരങ്ങൾ എന്താ കാരണം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. യാത്ര നിസ്കരിച്ചിട്ടാണോ അല്ലേ പോലെ? അപ്പൊ ആദ്യം കാരണം പിന്തിയതും നിസ്കാരം മുന്തിയതും അല്ലേ? മുൻകടന്ന കാരണമുള്ളതോ വക്തുള്ളതോ ആയ നിസ്കാരം നിസ്കരിക്കാം. യാത്രക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറയുന്നത് നിസ്കരിച്ചിട്ടല്ലേ യാത്ര പോലെ. അപ്പൊ നിസ്കാരം മുന്തുകയും കാരണം പിന്തുകയും ചെയ്തില്ലേ, അത് പറ്റൂലാന്ന്. എന്താണ് ഓരോന്ന് എണ്ണി പറഞ്ഞാലും. അല്ലെങ്കിൽ തന്നെ എനിക്ക് തന്നെ ചിലപ്പോ ഇങ്ങനെ പോയത്തെന്ന് തോന്നലുണ്ട്. ഞാൻ ഈ പറയുന്ന പറച്ചിൽ പറഞ്ഞ് 1.5 വയസ്സായ കുട്ടിക്ക് മനസ്സിലാകാൻ തക്കത്ത അത്രയും ലളിതമാക്കി ലഘുവാക്കി വിശദീകരിച്ച് ആവർത്തിച്ച്, എന്നിട്ട് പിന്നെ ഓരോരുത്തരും അതിന്റെ പുറമെ ടെസ്റ്റ് അടിക്കുക. എന്താ കാട്ട്. അസ്സലാമു അലൈക്കും.
ഞാൻ ചോദിക്കുന്നത് തയമ്മുമിനെ കുറിച്ചാണ്. ഇപ്പോ വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കണം എന്നാണല്ലോ. അപ്പോ ഗൾഫിലൊക്കെ ഇപ്പോ ഹൗസ് ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ പറയപ്പെട്ട ഷർത്ത് അനുസരിച്ചുള്ള മണ്ണ് കിട്ടണമെങ്കിൽ പ്രയാസമാവും. അപ്പൊ ആ സമയത്ത് പിന്നെ തയമ്മം ചെയ്യുന്നത് എങ്ങനെ? ചില ആളുകളൊക്കെ ചുമരുമിലടിച്ചാണ് തയമ്മം ചെയ്യുന്നതൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഹുക്കുമ് എന്താണെന്ന് ഉസ്താദ് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും. എന്താ ഈ പറയപ്പെട്ട മണ്ണ്? അതിനെ തിരിച്ചിട്ടില്ല നിങ്ങൾക്ക്. തയമ്മം ചെയ്യേണ്ട മണ്ണ് എന്താന്ന് തന്നെ നിങ്ങൾക്ക് ഇന്ന് തിരിച്ചിട്ടില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. തയമ്മം ചെയ്യേണ്ട മണ്ണ് എന്ന് പറഞ്ഞാൽ അറബി രാജ്യങ്ങളിൽ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലവും ഇവിടെ പൊടിക്കാറ്റുള്ള സ്ഥലമല്ലേ അബീബേ? നിങ്ങൾ കാറ് കഴുകിയിട്ട് 2 മണിക്കൂർ എവിടെയെങ്കിലും പുറത്ത് നിർത്തിയാല് ആ കാറുമ്മൽ അടിച്ചാൽ നിങ്ങൾക്ക് തയമ്മം ചെയ്യാം. അതായത് കയ്യിന്റെ വിരലുകൊണ്ട് ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് വര വീഴുന്നുണ്ടെങ്കിൽ മണ്ണിന്റെ പൊടി ഉണ്ട് എന്നുള്ളതിന്റെ അടയാളാണ്. അയിമൽ അടിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ കരുതി എന്താ ഭൂമിന്റെ അടിയിൽ നിന്ന് മാന്തി എടുത്ത് പൊടിയാക്കി ഉണക്കി കടലാസിൽ മടക്കി വെച്ച് തേമം ചെയ്യാൻ സമയത്ത് അത് നീർത്തി അതിൽ പരത്തി അടിക്കണം. അതൊക്കെ ആരോ വിവരം കെട്ട വല്ല ഒസ്വാസുകാർ കാണിക്കുന്ന അമലാണ്. അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കരുത്. നജസ് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പറ്റൂല. അതുപോലെ തന്നെ മണ്ണല്ലാത്ത വേറെ സിമന്റ് അതല്ലെങ്കിൽ മരത്തിന്റെ ഈർച്ചപ്പൊടി പോലത്തത് കലർന്നതാണെങ്കിൽ പറ്റൂല. അല്ലാത്ത പൊടിമണ്ണ് ദുന്യാവ് മുഴുവനും ജ്വലത്തുലനൽ അർദു കുല്ലുഹാ മസ്ജിദൻ വജ്വലത്തു തുർബത്തുഹാ ലനാ തുഹൂറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഭൂമിയിലുള്ള മണ്ണൊക്കെ തുഹൂറ. ഒരു സ്ഥലത്ത് നജസ് ഉണ്ടെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ അതെടുക്കാൻ പറ്റൂല. അപ്പൊ ഈ പൊടിക്കാറ്റില് ഞാൻ പറഞ്ഞുതരാം, നമ്മള് ഇരിക്കുന്ന കസാല, ഭക്ഷണം കഴിക്കാൻ വെച്ച മേശ, നമ്മളെ കാറ് തുടങ്ങി ഏത് സാധനം ഇവിടെ ഒരു ദിവസം പുറത്തു വെച്ചാൽ അതിൽ പൊടിക്കാറ്റോട് പൊടി കിടന്നറിയും. പൊടിക്കാറ്റിന്റെ സീസൺ ആയിക്കൊള്ളുന്നില്ല. അല്ലാത്തപ്പോഴും അതിന് നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് പൊടി കൊണ്ട് അടയാളം വരുന്നുണ്ടെങ്കിൽ അതിന്മേൽ അടിച്ചാൽ മതി തേമം ചെയ്യാൻ. അല്ലാതെ തേമത്തിനൊരു കടലാസിൽ മണ്ണ് വാരി കൂട്ടിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാഞ്ഞിട്ടാ. ചുമരുമേൽ അടിച്ചാൽ ചുമര് മാർബിളിന്റെ ചുമരുമേൽ പൊടി ഉണ്ടാവില്ല. പൊടിയുള്ള സ്ഥലത്ത് ആ ചുമരിന്റെ ജനലിന്റെ വാതിലിന്റെ അടയാളങ്ങളിൽ ഇങ്ങനെ മണ്ണ് പൊടി വന്ന് പാറി വീണുണ്ടെങ്കിൽ അവിടെ അടിച്ചാൽ മതി. അതായത് മണ്ണിന്റെ പൊടിയുടെ ചെറിയൊരു അംശമുള്ള സ്ഥലം ആവണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കുറെ മണ്ണ് നമ്മളെ മുഖത്തും കയ്യും തേക്കുക എന്നതിന്റെ ഉദ്ദേശമില്ല. പൊടിമണ്ണ് പേരിനുള്ള സ്ഥലത്ത് നമ്മളെ കൈകൊണ്ട് അടിക്കുക, അതുകൊണ്ട് തടയുക. ആദ്യം ഞാൻ ചോദിക്കുന്നത്, ജുമാ നമ്മളൊരു നാട്ടിൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ 2 ജുമാ നടക്കുന്നുണ്ട്. നമ്മൾ പങ്കെടുക്കാൻ പറ്റുന്ന ജുമാകൾ തന്നെ, സുന്നികളുടെ ജുമാ തന്നെ 2 ജുമാക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ആ ജുമാ ഏത് ജുമാന്റെ സ്ഥലം സ്വീകരിക്കപ്പെടുന്ന ജുമാ, നമ്മൾ ഏതിലാണ് നമുക്ക് കൂടാൻ പറ്റുന്നത്? ഏതിലാണ്? ശബ്ദം കേൾക്കണില്ല. ബാക്കി കുറെ ആളുകൾ ഇങ്ങനെ കൈപൊക്കി നിൽക്കുവാണ്. ഏതായാലും സമയം 35 കഴിഞ്ഞ് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ വീണ്ടും കാണാം. ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ കൈപൊക്കി നിൽക്കുകയെന്നല്ലാതെ മൈക്കിലേക്ക് വരുന്നില്ല. ഇപ്പോഴത്തെ സംസാരിച്ച സഹോദരന്റെ ശബ്ദം കേട്ടിട്ടുമില്ല. അതുകൊണ്ട് സമയം ആയി നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലതിലേക്ക് മുന്നിടാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബറാത്ത് രാവ്. അതുകൊണ്ട് പ്രത്യേകം ദുആക്ക് ഇജാബത്തുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വിഷമങ്ങൾക്കും ഒക്കെ സലാമത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ദുന്യവിയും മുഖ്റവിയുമായ മുഴുവൻ ഖൈറിന് വേണ്ടിയിട്ടും എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. നല്ല കാര്യങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണം. ദോഷം പൊറുക്കപ്പെടുന്ന രാത്രിയായതുകൊണ്ട് സൂറത്തു ദുഖാൻ ദോഷം പൊറുക്കാൻ കാരണമാവുന്നതാണ്.
തസ്ബീഹ് നിസ്കാരം ദോഷം പൊറുക്കാൻ കാരണമാവുന്നതാണ്. ഇങ്ങനെയുള്ള തസ്ബീഹ് നിസ്കാരം, സൂറത്തു ദുഖാൻ ഓതല്, യാസീൻ സൂറത്ത് ഓതല്, ദിക്റുകളും ദുആകളും ചെയ്യല് തുടങ്ങിയ ഹൈറായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും നാളെ 3 കാരണങ്ങളെ കൊണ്ട് നോമ്പ് സുന്നത്തുള്ളതാണ്. ഒന്ന്, തിങ്കളാഴ്ചയാണ്, എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച സുന്നത്തുള്ളതാണ്, അതും കിട്ടും. അയ്യാമുൽ ബീളാണ് 13, 14, 15 ആ നിലക്ക് അയ്യാമുൽ ബീളിന്റെ സുന്നത്തും കിട്ടും. അതിന്റെ പുറമെ ബറാഅത്തിന്റെ അന്ന് പ്രത്യേകം തന്നെ സുന്നത്തുണ്ട് എന്ന് മഹാനായ ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള ഇമാമിയങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് അതും കിട്ടും. 3 കൂടി കരുതിയിട്ട് ഇന്ന് രാത്രി നിയ്യത്ത് ചെയ്ത് നാളെ നോമ്പ് നോൽക്കുക. ഇന്ന് രാത്രി പരമാവധി സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാന്റെ രാത്രിയിൽ മഗ്ഫിറത്ത് കൊടുത്ത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആയുസ്സിലും സമ്പത്തിലും കുടുംബത്തിലും ബറക്കത്ത് കോരി ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന് എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല ദൂരീകരിച്ച് ഖൈറും ബറക്കത്തും സലാമത്തും നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് ആളുകൾ പദവി ശരിയാക്കാൻ, പത്രക്കാർ 10 ലക്ഷം ശരിയാക്കി, 25 ലക്ഷം ശരിയാക്കി എന്നൊക്കെ പറയാമെന്നല്ലാതെ വലിയൊരു വിഭാഗം ആളുകളുടെ രേഖകളൊന്നും ശരിയാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ പുണ്യമേറിയ രാവിന്റെ ബറക്കത്ത് കൊണ്ട്, അതിലുള്ളതായിരിക്കുന്ന പ്രത്യേകമായ തജല്ലി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള ആളുകളുടെ എല്ലാം പദവി ശരിയാക്കാൻ ആവശ്യമായ സാവകാശവും സൗകര്യവും അല്ലാഹു തആല എളുപ്പമാക്കുമാറാകട്ടെ. അതിന് ഇവിടുത്തെ ഭരണാധികാരികൾക്കും നിയമപാലകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മനസ്സും തൗഫീഖും വിശാല മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമിക്കുകയും വേദനപ്പെടുകയും ബുദ്ധിമുട്ടാവുകയും വേജാറാവുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല സലാമത്തും സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, പ്രത്യേകം ഞങ്ങൾ പാവികളാണ്, ദോഷികളാണ്, ദുആ ചെയ്യാൻ അർഹരല്ല എന്നറിയാമെങ്കിലും ഈ മജ്ലിസിന്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് പിതാവിന് അറ്റാക്ക് രോഗം ബാധിച്ച് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആ സഹോദരന്, ആ പിതാവിന്റെ രോഗം അർഹമർ റഹീമായ റബ്ബേ നീ എത്രയും പെട്ടെന്ന് ഷിഫയാക്കി റാഹത്ത് കൊടുത്ത് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അതുപോലെ വലിയൊരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു സഹോദരൻ പരിക്കേറ്റ്, നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് അപകട നിലയിലാണെന്ന് ഡോക്ടർമാരെല്ലാം പറയുന്നു. റബ്ബേ, ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട്, നീ ആദരിച്ച എല്ലാ മഹാന്മാരുടെയും കറാമത്ത് കൊണ്ട് അത്ഭുതകരമായ ആ സഹോദരന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെയൊക്കെ ദോഷങ്ങൾ, പാപങ്ങൾ, ചെറുതും വലുതുമായ എണ്ണമറ്റ ദോഷങ്ങളൊക്കെയും നീ പുറത്തു വാപ്പാക്കി വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നിട്ടും ശുദ്ധിയാക്കുന്നത് പോലെ ഞങ്ങളെ പാപങ്ങൾ പുറത്തു നീ ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. തെറ്റിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എല്ലാവിധ കുടുക്കിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ സലാമത്താക്കണേ പടച്ചവനെ. ഞങ്ങളുടെ സ്നേഹിതന്മാര്, ബന്ധപ്പെട്ടവർ, ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. എല്ലാ രോഗവും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ എപ്പോഴും നമ്മുടെ ശ്രോതാവായ ഒരു സഹോദരൻ ഒരു ചതിയിൽപ്പെട്ട് വലിയ കുടുക്കിൽ കുടുങ്ങി നിൽക്കുകയാണ്. റഹ്മാനായ റബ്ബേ, നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തികമായ ഒരു ചതിവിലും അതുപോലെ തന്നെ രേഖാ സംബന്ധമായ ഒരു ചതിയിലും പെട്ട് വേജാറായി വിഷമിച്ചു നിൽക്കുന്ന ആ സഹോദരന് പടച്ചവനെ ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നീ ആദരിച്ച മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ കറാമത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കറാമത്ത് കൊണ്ട് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തെ ചതിച്ച് നഷ്ടപ്പെടുത്തിയ ആ പണം തിരിച്ചു കിട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. രേഖാമൂലം കള്ളരേഖയുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന ആ മനുഷ്യന് നീ സന്മനസ് കൊടുത്ത് നേരിലെ ചിന്തിച്ച് ആ നിരപരാധിയായിരിക്കുന്ന സഹോദരനെ വിഷമത്തിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നിട്ട് പിന്മാറി ആ സഹോദരനെ നീ സലാമത്താക്കണേ അല്ലാഹ്. റബ്ബേ, വിഷമിച്ച് സങ്കടപ്പെട്ട്
ദുആ ചെയ്യാൻ പറഞ്ഞ ആ സഹോദരന് ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടും നീ ആദരിച്ച എല്ലാ മഹത്തുക്കളുടെ ഹക്ക് കൊണ്ടും ഇന്നത്തെ ഈ വരുന്ന രാത്രിയുടെ ബറക്കത്ത് കൊണ്ടും നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ കടത്തിൽപ്പെട്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ കടം വീട്ടാനുള്ള ഹലാലായ വഴി നീ എളുപ്പമാക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, രോഗങ്ങളിൽ കുടുങ്ങി കഷ്ടപ്പെടുന്നവർക്ക് നീ ശിഫയും ആഫിയത്തും നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള ഹലാലായ മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ഖൈറും ബറക്കത്തുമുള്ള ജോലികൾ നീ നൽകണേ തമ്പുരാനെ. റബ്ബേ, ഇഖാമ മാറ്റി കിട്ടാൻ, പ്രൊഫഷൻ ചേഞ്ച് ചെയ്ത് കിട്ടാൻ, നഖൽ കഫാലത്ത് ശരിയായി കിട്ടാൻ ഒക്കെ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. റബ്ബേ, എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. നിത്താഖാത്ത് സംബന്ധമായതും അതുപോലെ തന്നെ നിവാമിച്ച് ചെയ്യാക്കാൻ ആവശ്യമായതുമായ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ആരെയും ചെക്കിങ്ങിലും പൊടുത്തത്തിലും കുടുക്കി കുറ്റവാളികളായി ഇവിടുന്ന് നാട് കടത്തപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ. ഇവിടുത്തെ ഭരണാധികാരികൾക്കും നിയമപാലകന്മാർക്കും നീ വിശാല മനസ്സ് കൊടുത്ത് അവരുടെ മനസ്സിൽ ഞങ്ങളോട് കാരുണ്യമിട്ട് കൊടുത്ത് കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അവർക്ക് നാഫിയായ ഇൽമു കൊണ്ട് ഉന്നത സ്ഥാനം നീ നൽകണേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളെ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ ഖൈറുള്ള ഇണകളെ നീ കൊടുക്കണേ തമ്പുരാനെ. ഭാര്യ ഭർത്താക്കന്മാർക്കും കൂട്ടുകുടുംബങ്ങൾക്കും ഇടയിൽ സ്നേഹവും ഒത്തൊരുമയും ഇൽഫത്തും നൽകണേ റബ്ബേ. എല്ലാവിധ അനൈക്യവും തെറ്റിദ്ധാരണകളും സംശയങ്ങളും നീക്കി നീ ഖൈറലായി ഒത്തൊരുമിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നേതാക്കന്മാര്, ഞങ്ങളെ ഉലമാക്കന്മാര്, ഞങ്ങളെ സാദാത്യങ്ങൾ, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും സലാമത്തും നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ കള്ളക്കേസിൽ കുടുക്കി മാനം കെടുത്തി വിഷമിപ്പിക്കുന്ന ആളുകളെ നീ പരാജയപ്പെടുത്തി സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളെ നീ രക്ഷിക്കണേ തമ്പുരാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഹലാലായ മാർഗത്തിൽ ഐശ്വര്യം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിക്കാനും കുടുംബത്തെ പോറ്റാനും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാഹ്. റബ്ബേ, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ തമ്പുരാനെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പടച്ചവനെ, മരണം വരെ നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. അവസാനം മരണം ഖൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണേ അല്ലാഹ്. നാളെ മഹ്ശറ വൻസഭയിൽ ചുട്ടുപൊള്ളുന്ന സമയത്ത് അർശിന്റെ തണലേകപ്പെടുന്ന കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തന്നെ അല്ലാഹ്. ഹബീബിന്റെ ചാരത്തണഞ്ഞ് ആ ഷറഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗബൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരെ ഞങ്ങളെ നീ പെടുത്തി തരണേ റബ്ബേ. പടച്ചവനെ, നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ചെല്ലണേ റഹ്മാനെ. പ്രയാസമേറിയ സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുവരുന്ന നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങളോടുകൂടി ഒരുമിച്ച് കൂടി നിന്റെ ലിഖാ കണ്ടാണ് നിൽക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, ഭാര്യമക്കള്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തവർ, ഞങ്ങളോട് ദുആവസിയത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആവസിയത്ത് ഏറ്റെടുത്ത എല്ലാ മോമിനും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ പെടുത്തണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ദുന്യാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും ഇസ്സത്തിലും ആഫിയത്തിലും ആക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിറഹ്മതിക يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين. دعاء وصيتوടെ السلام عليكم ورحمة الله. السلام عليكم. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു അൽഫ് ഖൈർ യാ ഉസ്താദ്. അല്ലാഹു തആല രണ്ട് ലോകത്തും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട അബൂ ഷാക്കിർ ഉസ്താദ് അവരുടെ ഖുലാസ ക്ലാസ് ആയിരുന്നു ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളിലേക്ക് വരാനുള്ളത് ബഹുമാനപ്പെട്ട കെ.കെ.എം. സഅദ് ഉസ്താദ് അവരുടെ തഫ്സീർ ഖുർആൻ തഫ്സീർ ക്ലാസ് ആണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് ക്ലാസ് എടുത്തു തരുന്ന എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു തആല രണ്ട് വീട്ടിലും ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.